நல்ல கரங்களை தட்டி கர்த்தரை மகிமைப்படுத்தலாமா? Come on. இன்னும் நல்ல ஆர்ப்பரிப்போட கரங்களை தட்டி ஆண்டவரை ஆர்ப்பரிக்கலாமா? இன்னும் வல்லமையா நல்ல கரங்களை தட்டி ஆர்ப்பரிக்கலாம். എല്ലാ കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. രണ്ട് കൈകളെ പരലോകത്തേക്ക് നേരായി ഉയർത്തി ആശ്വാസം നീയേ ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. Come on. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാണ്. രണ്ട് കൈകളെ ഉയർത്തി എല്ലാവരും ആവിയിൽ നിറമ്പി ജപിക്ക ആരംഭിക്കുക. Come on, എല്ലാവരും അന്യഭാഷകളിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്. Come on, ശക്തിയോടെ எல்லாரும் அபிஷேகத்தை அந்நிய பாஷைகளில் நீங்கள் ஜெபிக்க ஆரம்பிங்கள். വായ്കളെ തുറന്ന് வாய்களை திறந்து எல்லாரும் அந்நிய பாஷையில ஜெபிக்க ஆரம்பிங்கள். ശക്തിയോടെ. வல்லமையோடு. Come on, 2 മിനിറ്റ് നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ஒரு 2 நிமிடம் ஜெபிங்கள். உங்க சத்தத்தை நாங்கள் கேட்க வேண்டும். നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ആ രീതിയിൽ ശബ്ദം ഉയർത്തി. உங்க സത്തத்தை நீங்கள் கேட்கணும். அந்த அளவிலே சத்தத்தை உயர்த்தி. റമധീന റബൗതി ദിവികമനരെ ഖേരിയാൻ തുലനമൗഷ റംസേ ജനദിയാഷ. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. பரிசுத்த பிதாவே, இந்த காலை வேளையில் நீர் எங்களுக்கு தந்த நல்ல ஐக்கியத்துக்காய் நன்றி. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. கர்த்தர் எங்கள் மத்தியிலே உலாவுகிறதற்காய் நன்றி. അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. கர்த்தர் എங்களோடு கூட பேசும். വചനത്തിൻ വാതിൽ അവിടുന്ന് തുറക്കും. கர்த்தருடைய வசனத்தின் வாசலை വചനം திறந்ததா ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിന്റെ സാത്താന്റെ സകല ക്രിയകളെ ശാസിച്ചു ചെയ്യമെടുക്കുന്നു. வசனம் வெளிப்படுவதற்கு தடையாக இருக்கிற எல்லா அந்தகார வல்லமை இயேசுவின் நாமத்தில் கடிந்து கொண்டு ஜெபிக்கிறோம். ദൈവിക വെളിപ്പാട് നിന്റെ ജനത്തെ പണിയട്ടെ. வசனத்துடைய வெளிப்பாடு தேவ மக்களுக்கு தாரும். അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. கர்த்தர் அங்கே இருந்து எங்களோடு பேசும். എല്ലാ മഹത്വം അങ്ങേക്ക്. எல்லா மகிமை உமக்கே செலுத்துகிறோம். യേശുവിൻ നാമത്തിൽ തന്നെ. இயேசு கிறிஸ்துவின் நாமத்தில் பிதாவே. ആമേൻ. ஆமென். சொல்லுங்க ആമേൻ. ஆமென். ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ട്. எல்லாரும் தயவாக உட்காருவோம். ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. இந்த நல்ல காலை வேளைக்காக ஆண்டவருக்கு நன்றி செலுத்துகிறேன். സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് ഞാൻ വരുന്നത് വളരെ ചുരുക്കമാണ്. பொதுவாக இப்படிப்பட்ட கூடுகைக்கு நான் வருவது மிக குறைவு. പക്ഷേ 1000 ദിവസത്തെ പ്രാർത്ഥനയെന്ന് കേട്ടപ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടു. 1000வது നാൾ ജപമെന്ന് சொன்ன ഉടനെ என்னுடைய மொத்த கண்ட்ரோலும் குறைந்தது. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം ഞാനും ആഗ്രഹിച്ചു.
ஆகையினால இந்த 1000வது நாள் உங்களோடு இருப்பதற்கு நானும் விரும்பினேன். കാരണം സ്തോത്രം പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തിന്റെ സ്നേഹിതൻ. ஜெபிக்கிறவர் தான் ஆண்டவருடைய நண்பன். സ്നേഹിതർ തമ്മിൽ സംസാരിക്കും. நண்பர்கள் ஒருவருக்கொருவர் பேசுவார்கள். മുന്നിലായിരിക്കുന്ന ചില കുട്ടികൾ അല്പം കഴിയുമ്പോൾ നന്നായി സംസാരിച്ചു തുടങ്ങും. இந்த முன்னால இருக்கிற பிள்ளைகள் கொஞ்ச நேரம் தாண்டும் போது நல்லா பேச ஆரம்பிப்பார்கள். തീ വീണാലും മരിച്ചവർ എഴുന്നേറ്റാലും അവർ സംസാരിക്കും. കാരണം അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് തീ വീണാലും பரலோகத்திலிருந்து அக்கினி விழுந்தாலும் அவர்கள் பேச ஆரம்பிப்பார்கள். കാരണം അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. ஏனென்றால் அவர்களுக்குள்ளே மிகவும் ஐக்கியம் உண்டு. ഇതുപോലെ തന്നെ ദൈവത്തോട് നമ്മളും സംസാരിക്കുന്നവരായിരിക്കും. இதே போல நாமும் ஆண்டவரிடத்தில் பேசுகிறவர்களாக இருக்க வேண்டும். പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. ஜெபிக்கிறவன் தேவனுடைய நண்பன். പല പ്രാസംഗികരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറില്ല. அநேக ஊழியர்கள் தேவ சமூகத்திலே ஜெபிப்பதில்லை. എന്നാൽ സ്തോത്രം അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവരെ അറിയത്തില്ല. ஆகையினால் கர்த்தருக்கு அவர்களை தெரியாது. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ஒரு முறை கூட சொல்லுகிறேன், പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. ஜெபிக்கிறவன் தேவனுடைய சிநேகிதன். പല പ്രാസംഗികരും പ്രാർത്ഥിക്കാറില്ല. அநேக பிரசங்கிகள் கூட ஜெபிக்கிறதில்லை. അതുകൊണ്ട് മെനി പ്രീച്ചേഴ്സ് ദേ ആർ ദ സ്ട്രേഞ്ചേഴ്സ് ഓഫ് ഹെവൻ. അവർ സ്വർഗ്ഗത്തിലെ പരിചയമില്ലാത്തവരാണ്. സ്വർഗ്ഗത്തിനെ അവർക്ക് അറിയത്തില്ല. ஆகையினால் பல ஊழியக்காரர்களை பரலோகத்துக்கு தெரியாத என்று அடையாளப்படுத்தப்படுகிறது. നമ്മുടെ ജീവിതത്തിന്റെ ബലം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. நம்முடைய வாழ்க்கையுடைய பலனே ஜெபம்தான். അതെ, നമ്മൾ നടക്കുമ്പോൾ ഇടറാതെ ഇരിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. நாம் நடக்கும்போது இடராமல் இருப்பதற்காக நல்ல காலத்திலே தெய்வ சமூகத்திலே முழங்கால் படியிடுவதற்கு கர்த்தர் கிருபை தருவாராக. ഈ പഞ്ചായത്തിൽ സ്തോത്രം പറയുമോ നിങ്ങൾ? இந்த பஞ்சாயத்தில் உள்ளவங்க எல்லாம் ஸ்தோத்திரம் சொல்லுவீங்களா? ഈ പഞ്ചായത്തിൽ സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാൻ ചുങ്കം കൊടുക്കണോ? இந்த பஞ்சாயத்தில் ஸ்தோத்திரம் ஹல்லேலூயா சொல்றதுக்கு காசு கொடுக்கணுமா, வரி கொடுக்கணுமா? അതുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. 82ാമത്തെ വയസ്സിലും ദാനിയേൽ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. 82வது വയതിലെയും ദാനിയേൽ ദൈവ സമൂഹത്തിൽ മുഴങ്കാൽ പടിയിട്ട് ജെപിத்தார். 3 നേരം ദാനിയേൽ ഭക്ഷണം കഴിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്. 3 நேரம் சாப்பிட்டார் എന്നല്ല ബൈബിൾ சொல்கிறது. ഡെയിലി 3 നേരം അവൻ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 3 நேரம் ഡെയിലി മുഴങ്കാൽ പടിയിട്ട് ജെപിத்தார் എന്ന് ബൈബിളിൽ இருக்கிறது. അങ്ങനെ 3 നേരം മുട്ടുമടക്കി പ്രാർത്ഥിച്ചവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടുമ്പോൾ അവിടെ ധാരാളം സിംഹങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ സിംഹവും കൂടെ ദാനിയേലിന്റെ മുൻപിൽ മുട്ടുമടക്കി. இங்கே முழங்கால் படியிட்ட ஒரு தேவ மனுஷன் சிங்க கெபியில போனதான நேரத்தில் அநேக சிங்கங்கள் உண்டு. எல்லா சிங்கங்களும் தானியேலுக்கு முன்பாக முழங்கால் படியிட்டது. നിങ്ങളുടെ മുൻപിലുള്ളതായ സകല പ്രശ്നങ്ങൾ മുട്ടുമടക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. നമുക്ക് മുൻപാக இருக்கிற എല്ലാ പ്രശ്നങ്ങളും മുഴങ്കാൽ படியிடுவதற்கு காரணம் நாம் தேவ சமூகத்திலே முழங்கால் படியிடும்போது. ആമേൻ. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചാണ്, ഒരു പ്രാർത്ഥന മനുഷ്യനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകി. ஆகையால் ஜெபத்தை குறித்து, ஜெபிக்கிற ஒரு மனிதனை குறித்து உங்களோடு கூட பேசுவதற்கு ஆவியானவருடைய இருதயத்திலே போட்டிருக்கிறார். അതെ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. யாக்கோபுக்கு எழுதின நிருபம் 5வது அதிகாரம். യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. ബൈബിളിലുള്ള എല്ലാവരും തുറന്നാട്ടെ. பைபிள் இருக்கிற எல்லாரும் எடுத்துக்கொள்ளுங்கள். யாக்கோபு 5வது அதிகாரம். അതിന്റെ 17-18 വാക്യങ്ങൾ. 17-18. എലിയ என்பவൻ, ഏലിയാവ് നമുക്ക് സഭാ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം നിറഞ്ഞു. ശബ്ദമുയർത്തി ശക്തിയോടെ വീട്ടിൽ ബഹളം വെക്കുന്ന ശബ്ദത്തിൽ പാസ്റ്ററോടൊപ്പം ചേർന്ന് വായിച്ചാട്. எல்லாரும் சேர்ந்து வீட்டில் சத்தம் போடுற அதே சத்தத்தில் இந்த 2 வசனத்தையும் சத்தம் உயர்த்தி, யாக்கோபு 5வது அதிகாரம் 17-18 வசனங்கள் சேர்ந்து வாசிப்போம். எலியா என்பவன் நம்மை போல பாடுள்ள மனுஷனாயிருந்தும் மழை பெய்யாதபடிக்கு கருத்தாய் ஜெபம் பண்ணினான். அப்பொழுது 3 வருஷமும் 6 மாதமும் பூமியின் மேல் மழை பெய்யவில்லை. மறுபடியும் ஜெபம் பண்ணினான். அப்பொழுது வானம் மழையை பொழிந்தது, பூமி தன் பலனை தந்தது. ആമേൻ. ആമേൻ. ഇതിന്റെ തലക്കെട്ടതാണ് ഞാൻ ദേശത്തെ മാറ്റുന്നവൻ. இன்றைக்கு என்னுடைய செய்தியுடைய தலைப்பு, நான் தேசத்தை மாற்றுகிறவர். ആമേൻ. ആമേൻ. ഞാൻ ദേശത്തെ മാറ്റുന്നവനാണ്. நான் தேசத்தை மாற்றுகிறவர். എങ്ങനെയാണ് ദേശത്തെ നിങ്ങൾ മാറ്റുന്നത്? எப்படி நாம் தேசத்தை மாற்றுவது? പ്രാർത്ഥനയാലാണ് ദേശത്തെ മാറ്റുന്നത്. ஜெபிக்கிறதினால் நாம் தேசத்தை மாற்ற முடியும். യാക്കോബിന്റെ ലേഖനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. யாக்கோபுடைய நிருபம் ரொம்ப முக்கியத்துவம் வாய்ந்தது. യാക്കോബ് എന്ന് പറയുന്നവൻ മറിയയുടെയും യോസഫിന്റെ മകനാണ്. இந்த யாக்கோபு மரியாள் யோசேப்புடைய மகன். യാക്കോബിന് യോസെഫിന് 6 മക്കളുണ്ടായിരുന്നു, മറിയയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. யோசேப்புக்கு 6 பிள்ளைகள் இருந்தது. யோசேப்புக்கு 7 பிள்ளைகள். நோ, யோசேப்புக்கு 6 பிள்ளைகள் இருந்தார்கள், மரியாளுக்கு 7 பிள்ளைகள் இருந்தார்கள். സംശയമുണ്ടോ? சந்தேகம் உண்டா? ഒരിക്കൽ കൂടെ പറയാം. திரும்பவும் சொல்லுகிறேன்.
യോസെഫിന് 6 മക്കളുണ്ടായിരുന്നു, മറിയയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. யோசேப்புக்கு 6 பிள்ளைகள் இருந்தார்கள், மரியாளுக்கு 7 பிள்ளைகள் இருந்தார்கள். അതെന്താ മറിയയ്ക്ക് ഒരെണ്ണം കൂടുതൽ? ഒന്ന് മറിയയുടെ മൂത്ത പുത്രൻ മണ്ണിന്റെ സന്തതിയല്ല, വിണ്ണിന്റെ സന്തതിയായിരുന്നു. மரியாளுடைய மூத்த குமாரன் மண்ணுக்குரியவர் அல்ல, விண்ணுக்குரியவர். ആമേൻ, ആമേൻ. സോ മറിയയുടെ 6 മക്കളും യേശുവിന്റെ കൂടെയാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. മരിയയുടെ 6 പിള്ളേകളും യേശുവോട് കൂടെ പിറந்து വളർത്തപ്പെട്ടാர்கள். യേശുവിന്റെ ക്രൂശീകരണം വരെ അവര് സ്തോത്രം ആരും യേശുവിൽ വിശ്വസിച്ചില്ല. യേശു ക്രിസ്തുവിന്റെ சிலுவை மரணம் வரைக்கும் இயேசுவோடு உடன் பிறந்தவர்கள் யாரும் இயேசுவை விசுவாசிக்கவில்லை. യേശുവിനെ ക്രിട്ടിസൈസ് ചെയ്തു, அவர்களை விமர்சித்தார்கள். യേശുവിനെ അവിശ്വസിച്ചു, இயேசுவை விசுவாசிக்கவில்லை. യേശുവിന്റെ അത്ഭുത അടയാളങ്ങളെ പരിഹസിച്ചു, இயேசுவுடைய அற்புத அடையாளங்களை பரியாசம் பண்ணினார்கள். യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയും. யோவான் 7வது அதிகாரத்தில் நாம் இதை பார்க்க முடியும். നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വീട്ടുകാർ അതെ പരിഹസിക്കുന്നുണ്ട്. அதே போல நம்முடைய ஜெபத்தை நம்முடைய வீட்டார் பரியாசம் பண்ணலாம். നിങ്ങളുടെ വിശ്വാസത്തെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. நம்முடைய விசுவாசத்தை அவர்கள் விமர்சனம் பண்ணலாம். നിങ്ങളുടെ സ്നാനത്തെ അവർ എതിർക്കുന്നുണ്ട്. நம்முடைய ஞான ஸ்நானத்தை ஒருவேளை அவர்கள் எதிர்க்கலாம். പക്ഷേ യേശുവും അതുപോലെ തന്നെയായിരുന്നു. ஆனால் இயேசுவுடைய வாழ்க்கையிலும் அப்படித்தான் இருந்தது. എന്നാൽ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ, இயேசு மரித்து அடக்கம் பண்ணப்பட்டு உயிர்த்தெழுந்த போது അവരെല്ലാം യേശുവിന്റെ പക്ഷം കൂടി. இவர்கள் எல்லாரும் இயேசுக்கு பக்கத்திலே வந்தார்கள். ஆமென். ഞാൻ ദീർഘദർശനമായി പറയുന്നു, நான் தீர்க்க தரிசனமாய் சொல்லுகிறேன், നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ ചേരത്തില്ല, உங்களுடைய வீட்டாரோடு நீங்கள் சேர மாட்டீர்கள். നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങൾ വരും. உங்க வீட்டார் உங்களோடு சேர்ந்து தேவனை ஆராதிக்கிற ஒரு நாள் வரப்போகிறது. ஹalleluya. ആദ്യമേ പറയുന്നു, കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്കണം. நான் முதலே சொல்லுகிறேன், கை தட்டன நேர கை தட்டணும். ഹല്ലേലൂയ. ஹalleluya. നിങ്ങൾ അവരുടെ പക്ഷം ചേരത്തില്ല, நீங்கள் அவர்கள் பக்கத்தில் சேர மாட்டீர்கள், നിങ്ങളുടെ പക്ഷം ചേരും. அவர்கள் உங்கள் பக்கத்திலே வருவார்கள். ஹalleluya, ஹalleluya, ஹalleluya. അങ്ങനെ യാക്കോബ് ഉൾപ്പെടെയുള്ളവർ യേശുവിൽ വിശ്വസിച്ച് അവർ വിശ്വാസികൾ മാത്രമല്ല ആയത്, അവർ ദൈവദാസന്മാർ ആയിത്തീർന്നു. ஆனால் இந்த யாக்கோபு உட்பட உள்ளவர்கள் அவர்கள் விசுவாசிகளாக மட்டுமல்ல ஊழியக்காரர்களாகவும் பின்காலத்திலே மாறினார்கள். അവർ ശക്തന്മാരായ ദൈവദാസന്മാരായി, அவர்கள் வல்லமை உள்ள ஊழியக்காரர்களாக இருந்தார்கள். യെരൂശലേം ചർച്ചിൽ 3000 പേർ 5000 പേർ സ്നാനപ്പെട്ട് വരികയാണ്. எருசலேம் சபையிலே 3000 5000 பேர் ஞானஸ்நானம் பெற்று வருகிறார்கள். ഈ യാക്കോബ് യെരൂശലേം ചർച്ചിന്റെ ബിഷപ്പായി തീർന്നു. இந்த யாக்கோபு எருசலேம் சபையுடைய பிஷப்பாக மாறினார். ഈ യാക്കോബിനെ പറയാൻ കഴിയും, യേശു എന്റെ മൂത്ത സഹോദരനാണ്. இந்த யாக்கோபுக்கு சொல்ல முடியும், இயேசு என்னுடைய மூத்த சகோதரன் என்று சொல்ல முடியும். ഞാൻ ആവർത്തിച്ച് പറയട്ടെ, நான் திரும்ப எடுத்து சொல்கிறேன், ഭവനത്തിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെ ശക്തന്മാരായ ദൈവദാസന്മാരായി തീരുവാൻ പോകുന്നു. நம்முடைய வீடுகளிலே இருக்கிற சில அருமையானவர்கள் வல்லமை உள்ள தேவ ஊழியக்காரிகளாக மாற போகிறார்கள். ஆமென், 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 ஆமென். നിങ്ങളുടെ മക്കളെല്ലാം ശക്തമായി ദൈവവേല ചെയ്യുന്നത് നിങ്ങൾ കാണുവാൻ പോകും. நம்முடைய பிள்ளைகள் வல்லமையான ஊழியம் செய்கிறதை நீங்கள் காண போகிறீர்கள். നിങ്ങളുടെ വീട് ശാപത്തിന്റെ വീടല്ല, இனி நம்முடைய வீடு சாபத்தின் வீடு அல்ல. നിങ്ങളുടെ വീട് ഒരു മിഷണറി വീടായിരിക്കും. நம்முடைய வீடு ஒரு மிஷனரி வீடாக மாற போகிறது. സോ യാക്കോബ് യെരൂശലേം ചർച്ചിന്റെ ബിഷപ്പായി. யாக்கோபு எருசலேம் சபையுடைய பிஷப்பாக மாறினார். നിങ്ങൾ ചർച്ച് ഹിസ്റ്ററി പഠിക്കുമ്പോൾ, சபை வரலாறை படிக்கும்போது, അതെ, യാക്കോബ് വലിയൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. யாக்கோபு நல்ல ஜெபிக்கிற மனிதனாக இருந்தார். എപ്പോഴും മുട്ടുമടക്കി പ്രാർത്ഥിക്കും. பல முறை முழங்கால் படிட்டு ஜெபிக்கிறவராக இருந்தார். യാക്കോബിന്റെ കാലുകളിൽ നല്ല തഴമ്പുണ്ടായിരുന്നു. ஆகையினால் அவருடைய 2 முட்டுகளும் நல்ல தழும்புகள் இருந்தது. അതുകൊണ്ട് ചർച്ച് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഒട്ടക കാലുള്ളവൻ എന്നായിരുന്നു. ஆகையினால் சபை இப்படி அவரை அடையாளப்படுத்தி இருந்தது, ஒட்டக கால்களை கொண்ட யாக்கோபு என்று. ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ஒட்டகத்தை பார்த்திருக்கிறவர்கள் கைகளை உயர்த்துங்கள் பார்க்கலாம். Come on, അടുത്തിരിക്കുന്നവരെ നോക്കാതെ ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ ஒட்டகத்தை பார்த்திருக்கிறவங்க பக்கத்துல இருக்கிறவங்கள பார்க்காம கையை உயர்த்துங்க. ഒട്ടകത്തെ തിന്നവരല്ല, ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ. ஒட்டகத்தை சாப்பிட்டவங்க இல்ல, ஒட்டகத்தை பார்த்தவங்கள தான் சொன்னேன். ഇനി അടുത്ത പ്രാവശ്യം ഒട്ടകത്തെ കാണുമ്പോൾ ഒട്ടകത്തിന്റെ കാലിൽ നോക്കണം. அடுத்து ஒட்டகத்தை பார்க்கும்போது ஒட்டகத்துடைய கால்களை பார்க்க வேண்டும். അത് എപ്പോഴും മുട്ടുമടക്കി ഇരിക്കുന്നു, മുട്ടുമടക്കി എഴുന്നേൽക്കുന്നു. അതുകൊണ്ട് അതിന്റെ കാലില് ഒരു പ്രത്യേക തഴമ്പുണ്ട്. அது எப்பொழுதும் முழங்கால் படிட்டு தான் எழும்பும், முழங்கால் படிட்டு தான் உட்காரும். ஆகையினால அதுல ஒரு விசேஷத்த தழும்பு உண்டு. എക്സാക്ട്ലി യാക്കോബിന്റെ കാല് അതുപോലെയായിരുന്നു. அதே போல யாக்கோபுடைய கால்களும் அப்படி தழும்புகள் இருந்திருக்கிறது. കാരണം അവൻ മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്നതിനേക്കാൾ മുഴങ്കാലിൽ ദൈവത്തിന്റെ മുൻപിൽ കൂടുതൽ നേരുന്നു. அவர் மனிதனுக்கு முன்பாக நிற்பதை விட முழங்காலில் கர்த்தருக்கு முன்பாக நின்றிருக்கிறார்.
ഒരിക്കൽ കൂടെ പറയാം. திரும்பவும் சொல்லுகிறேன். കുറച്ചു നേരം മനുഷ്യന്റെ മുൻപിൽ നിന്നു, கொஞ்ச நேரம் மனிதனுக்கு முன்பாக நின்றார். കൂടുതൽ നേരം മുട്ടിന്മേൽ ദൈവത്തിന്റെ മുൻപിൽ നിന്നു, அதிகமான நேரம் முழங்காலில் தேவனுக்கு முன்பாக நின்றார். ஹalleluya, ஹalleluya. അതാണ് നമ്മുടെ ലൈഫിന്റെ സക്സസ്. அதுதான் அவருடைய வாழ்க்கையுடைய வெற்றி. യെസ്, കുറച്ചു നേരം മനുഷ്യന്റെ മുൻപിൽ രണ്ട് കാലിൽ നിൽക്കുക, கொஞ்சம் நேரம் மனுஷனுக்கு முன்பாக ரெண்டு கால்களில் நில்லுங்கள். പക്ഷെ അധിക നേരം മുഴങ്കാലിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുക. அதிக நேரம் முழங்காலில் தேவனுக்கு முன்பாக நில்லுங்கள். ചൊല്ലുക ഹല്ലേലൂയ, சொல்லுங்க அல்லேலூயா. അതായിരുന്നു യാക്കോബ്. அப்படிப்பட்டவர் தான் இந்த யாக்கோபு. ഓ, ഡെയിലി മണിക്കൂറോളം ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിൽക്കുന്നവനായിരുന്നു. பல மணி நேரம் தேவ சமூகத்தில் முழங்கால் படியிடுகிறவராக இருந்தார். അവൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് പ്രാർത്ഥനക്കാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. அவர் ஜெபிக்கிறவராக இருந்ததினால அவர் ஜெபிக்கிறவர்களை அவருக்கு ரொம்ப பிடிக்கும். ഈ പൊളിറ്റീഷ്യൻസിന് ഭയങ്കര ഇഷ്ടം. அரசியல்வாதிகளுக்கு அரசியல்வாதிகளை ரொம்ப பிடிக்கும். അതുപോലെ നുണ പറയുന്നവർ ഒരുമിച്ച് നടക്കുന്ന കാണാൻ പറ്റും. குற்றம் சொல்லுகிறவர்கள் குற்றம் சொல்லுகிறவர்களோடு இணைந்து நடக்கிறதை பார்க்க முடியும். കള്ളന്മാരും ഒരുമിച്ച് നടക്കത്തുള്ളൂ. திருடனும் சேர்ந்து நடக்கிறதை காண முடியும். സ്പിരിറ്റ് ആണ് ഉള്ളത്, ആ സ്പിരിറ്റ് ഉള്ളവരെ ഒരുമിച്ച് നിൽക്കുന്നത്. எந்த ஆவி ஒருவரிடத்தில் இருக்கிறதோ அந்த ஆவி சேர்ந்து நடக்கும். ഇതുപോലെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഒരുമിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. ஆனால் இதே போல ஜெபிக்கிறவர்களுக்கு தான் ஜெபிக்கிறவரோடு சேர முடியும். സോ യാക്കോബ് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ഒരു പ്രാർത്ഥന മനുഷ്യനെ കുറിച്ച് സംസാരിക്കുകയാണ്. யாக்கோபு ஜெபிக்கிறவராக இருந்ததினால ஜெபித்த ஒரு மனிதனை குறித்து இங்கே எழுதுகிறார். വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെ കുറിച്ച്, പ്രാർത്ഥനയുടെ മറുപടിയെ കുറിച്ച് നൂറുകണക്കിന് എക്സാമ്പിൾസ് നമുക്ക് കാണുവാൻ കഴിയും. பைபிளிலே ஜெபத்தை குறித்து, ஜெபத்துடைய மறு உத்தரவை குறித்து நூறுக்கணக்கில் சம்பவங்களை சொல்ல முடியும். അബ്രഹാം പ്രാർത്ഥിച്ചു, ലോത്ത് വിടുവിക്കപ്പെട്ടു. ஆபிரகாம் ஜெபித்தார், லோத் விடுதலையாக்கப்பட்டார். മോശ പ്രാർത്ഥിച്ചു, 10 ബാധകൾ ഉണ്ടായി. மோசே പ്രാർത്ഥിച്ചു, 10 ബാധകൾ ഉണ്ടായി. மோசே ஜெபித்தார், 10 வாதைகள் உண்டான. ഇസ്രായേൽ പ്രാർത്ഥിച്ചു, കടൽ ഹൈവേ ആയി തീർന്നു. இஸ்ரவேல் ஜனங்கள் ஜெபித்தார்கள், செங்கடலிலே மிகப்பெரிய வழி உண்டானது. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൂതൻ ഇറങ്ങി. ஏசாயா ஜெபித்தார், தூதனை கண்டார். ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി 1,85,000 സൈന്യത്തെ തകർത്തു കളഞ്ഞു. எசேக்கியா ராஜா ஜெபித்தார், தூதன் வந்து 1,80,000 சேனைகளை தகர்த்து போட்டார். സോ ഇതുപോലെ ധാരാളം പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. இதே போல अनेक ஜெபத்தின் மறு உத்தரவுகளை நம்ம பார்க்க முடியும். എന്നാൽ യാക്കോബ് പറയുന്നു, ஆனால் யாக்கோபு சொல்லுகிறார், Elijah is a man like our own image. ഏലിയാവ് നമ്മെ പോലെ ഉള്ള ഒരു മനുഷ്യനാണ്. ஏலியா நம்மை போல பாடுகள் உள்ள மனுஷன். So he is not a perfect man. അവർ ഒരു പൂർണ്ണനായ മനുഷ്യനല്ല, പക്ഷേ നമ്മെ പോലെ ഉള്ളതായ ഒരു മനുഷ്യൻ, നമ്മை போலப்பட்ட ஒரு மனுஷன். ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മേ ബി നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. இந்த காலைவேளையில் நான் சொல்லுகிறேன், நாம் இந்த காலைவேளையில் நாம் ஒரு பரிபூரணப்பட்டவர்களாக இல்லாமல் പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ദാഹമുള്ളവരാണെങ്കിൽ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. ஆனால் இந்த காலைவேளையில் தாகம் உள்ளவர்களாக இருந்தால் கர்த்தர் நம்மை பயன்படுத்த போகிறார். பூரணம் இல்லாமல் இருக்கலாம், தாகம் உள்ளவர்களாக இருங்கள். ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ദാഹമുള്ളവരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. தேவன் என்னை பயன்படுத்தும் என்று தாகமுள்ளவர்களை கர்த்தர் பயன்படுத்துவார். കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സോ സ്തോത്രം. അത് ഏലിയാവിന്റെ ചരിത്രം നമുക്കറിയാം. എലിയാവുടെ ചരിത്രം നമുക്ക് தெரியும். ഏലിയാവ് എന്ന പദത്തിനർത്ഥം ദൈവം എന്റെ ബലം. എലിയ എന്ന വാർത്തയ്ക്ക് അർത്ഥം കർത്തർ എൻ ബലൻ എന്ന അർത്ഥം. ഒരിക്കൽ കൂടെ, ഏലിയാവ് എന്ന പദത്തിനർത്ഥം ദൈവം എന്റെ ബലം. എലിയ എന്ന വാർത്തയുടെ അർത്ഥം കർത്തർ என் பலன் என்ற அர்த்தம். ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവം എന്റെ ബലം. சத்தமாய் சொல்லுங்கள், கர்த்தர் என்னுடைய பலன். ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ദൈവം എന്റെ ബലം എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. கர்த்தர் என்னை பலப்படுத்துகிறார் என்று சொல்வதற்கும் கர்த்தர் என்னுடைய பலனாக இருக்கிறார் என்று சொல்வதற்கும் பெரிய வித்தியாசம் உண்டு. ചില ആൾക്കാർ പറയും ഞായറാഴ്ചകളിൽ ദൈവം എന്നെ ബലപ്പെടുത്താറുണ്ട്. ചിലർ சொல்லுவாங்க கர்த்தர் என்னை பலப்படுத்துவதுண்டு. ഞായറാഴ്ച തോറും ദൈവം എന്നെ ബലപ്പെടുത്താറുണ്ട്. എല്ലാ ஞாயிற்றுக்கிழமையும் கர்த்தர் என்னை பலப்படுத்துகிறார் என்று சொல்வார்கள். അതിനർത്ഥം തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ ബലഹീനമാണ്. அதுக்கு அர்த்தம் திங்கள் முதல் சனிக்கிழமை வரைக்கும் நம்ம பலவீனப்படுகிறோம். ഞായറാഴ്ച മാത്രം ബലം കയറുന്നു, തിങ്കൾ മുതൽ ശനി വരെ ബലം ഇറങ്ങി പോകുന്നു. ஞாயிற்றுக்கிழமை மட்டும் பலப்படுகிறோம், திங்கள் முதல் சனி வரைக்கும் பலன் இறங்கி போகிறது. എന്നാൽ ഏലിയാവ് എന്ന പദത്തിന്റെ അർത്ഥം അതല്ല. ஆனால் எலியாவுடைய என்ற வார்த்தைக்கு அர்த்தம் அதல்ல. ദൈവം എന്നെ ബലപ്പെടുത്തുകയാണ്, ദൈവമാണ് എന്റെ ബലം. என் தேவன் என்னை பலப்படுத்துகிறவர் அல்ல, கர்த்தரே என்னுடைய பலனாக இருக்கிறார். ஹalleluya, ஹalleluya. സോ അതുകൊണ്ട് എനിക്ക് ബലഹീന നിമിഷങ്ങളുമില്ല, ബലഹീന ദിവസങ്ങളുമില്ല. ஆகையினால எனக்கு பலவீன நேரங்களும் இல்லை, பலவீன நாட்களும் இல்லை. ഞായറാഴ്ച പോലെ തന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച എല്ലാം ഞാൻ ദൈവത്തിന്റെ ബലത്തിൽ ജീവിക്കുകയാണ്. ஞாயிற்றுக்கிழமை போல தான் மற்ற எல்லா நாட்களும் கர்த்தருடைய பலத்திலே நான் இருக்கிறேன்.
ഒരു ദിവസം പോലും എനിക്ക് തോൽവിയില്ല. எனக்கு ஒரு நாள் கூட தோல்வி இல்லை. കാരണം ദൈവം എന്റെ ബലമാണ്. காரணம் கர்த்தர் என்னுடைய பலனாக இருக்கிறார். ഏലിയാവിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ, எலியாவுடைய சரித்திரம் படிக்கும்போது, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 16, 17, 18, 19 തുടങ്ങിയാണ് നിങ്ങൾക്ക് വായിപ്പാൻ ஒன்று കഴിയും. ராஜாக்கள் 16, 17, 18, 19 அதிகாரங்களை நம்ம வாசிக்கிறோம். ഇപ്പൊ ആരും വായിക്കല്ല. இப்ப யாரும் வாசிக்க வேண்டாம். ഈ ദാഹമുള്ളപ്പോ കിണർ കുഴിക്കല്ല. இப்ப இந்த தாகமா இருக்கிற நேரம் கிணறு தோண்ட நிக்க கூடாது. ദാഹമുള്ളപ്പോ കിണർ കുഴിച്ചാൽ ചത്തു. தாகம் இருக்கிற நேரம் கிணறு தோண்ட நினைச்சா செத்து போயிடும். എല്ലാറ്റിനും ഒരു നേരമുണ്ട്. எல்லாத்துக்கும் ஒரு நேரம் உண்டு. വീട്ടിൽ ചെന്ന് വായിക്കാൻ ഒരു നേരമുണ്ട്. வீட்டுக்கு போய் வாசிக்க நேரம் உண்டு. ചർച്ചിൽ വന്ന് കേൾക്കാൻ ഒരു നേരമുണ്ട്. சர்ச்சில வந்து கேட்கிறதுக்கு நேரம் ഇത് உண்டு. വായിക്കുന്ന നേരമല്ല, ഇത് കേൾക്കുന്ന നേരമാണ്. இது வாசிக்கிற நேரம் அல்ல, இது கேட்கிற நேரம். സന്തോഷം ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാണ്. சந்தோஷம், ஆமென். സ്തോത്രം. ഒന്ന് രാജാക്കന്മാരുടെ 16 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ, ஒன்று ராஜாக்கள் 16 அதிகாரம் வீட்டில போய் வாசிக்கும்போது, ശമരിയ ദേശത്തിന്റെ ഏറ്റവും ഡാർക്കൻ ക്ലൈമറ്റ് ആയിരുന്നു അത്. சமாரியா தேசத்துடைய ஒரு இருள் நிறைந்த இடமாக நேரமாக இருந்தது. നിങ്ങൾക്കറിയാം, ശലോമന്റെ മരണശേഷം രാജ്യം രണ്ടായി പോയി. நமக்கு தெரியும், சாலோமோனுடைய மரணத்துக்கு பிறகு ராஜ்யம் இரண்டாக பிரிக்கப்பட்டது. നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം. வடக்கு நாடு, தெற்கு நாடு என்று பிரிக்கப்படுகிறது. തെക്കിന്റെ പേര് യഹൂദിയ എന്നാണ്. தென் നാട്ടുடைய പേര് യൂദാ നാട് என்றுം, എന്നാൽ സ്തോത്രം വടക്ക് നാടിന്റെ പേര് ഇസ്രായേൽ എന്നാണ്, അല്ലെങ്കിൽ ശമരി എന്നാണ്. വടനാട്ടുடைய പേര് ഇസ്രായേൽ அல்லது சமாரியா என்று பிரிக்கப்பட்டது. ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളാണ് ആ നാട്ടിൽ ഉൾപ്പെട്ടിരുന്നത്. அந்த இடத்துல 10 கோத்திரங்கள் இருந்தார்கள். സ്തോത്രം. ആ ശമരിയ ദേശത്തെ കുറിച്ചാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. சமாரியா தேசத்தை குறித்து நம்ம இப்பொழுது வாசிக்க. ഒന്ന് രാജാക്കന്മാരുടെ 16 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, ஒன்று ராஜாக்கள் 16 அதிகாரம் வாசிக்கும்போது, ശമരിയയിലെ ഏറ്റവും ഡാർക്കൻ, ഏറ്റവും ഇരുളടഞ്ഞ സമയമായിരുന്നു അത്. സമാരിയാവിലെ മികുந்த ഇരുൾ நிறைந்த இடமாக இருந்தது. മറ്റേ ഏതൊരു സീസണേക്കാളും ഏറ്റവും അധികമായി ഇരുളടഞ്ഞിരിക്കുന്നതായ സന്ദർഭം. എല്ലാ നാൾക്കാലങ്ങളെ വിட മിகவும் ഇരുൾ நிறைந்த ഒരു இடமாக நேரமாக இருந்தது. ആഹാബ് ഇസബേലിനെ വിവാഹം ചെയ്തിരിക്കുന്നു. ஆகாப் என்கிற ராஜா യേസബേலை திருமணம் பண்ணின அந்த காலம். ഇസബേൽ ഒരിക്കലും റാണിയായി വരാൻ പാടില്ല. യേസബേൽ ഒരു കാലം രാജാത്തിயாக வரக்கூடாது. കാരണം അവൾ വിശ്വാസിയല്ല. കാരണം അവൾ വിശ്വാസിയല്ല. അവൾ യഹോവയാം ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത്. അവ യഹോവ ദൈവത്തിൽ വിശ്വസിക്കുന്നവൾ അല്ല. അവൾ ബാലിനെ ആരാധിക്കുന്നവളാണ്. അവൾ പാഹാലെ ആരാധിക്കുന്നവൾ. അവളുടെ അപ്പന്റെ പേര് യത്ബാൽ എന്നാണ്. അവളുടെ തകപ്പനുടെ പേര് യത്ബാൽ എന്നാകും. യത്ബാൽ എന്ന് പറയുന്നവൻ ബാലിന്റെ ഒരു പൂജാരിയാണ്. യത്ബാൽ എന്ന് சொன்னால் പാഹാലുടെ ഒരു പൂസാരിயாக இருந்தான். സ്തോത്രം. ഇസബേൽ വന്ന ജാതിത്വ ആരാധനയിൽപ്പെട്ടവളാണ്, ജാതിയിൽപ്പെട്ടവളാണ്. இந்த യേസബേൽ പുറജാതികളുടെ ആരാധനയെ ചേർന്നവൾ, പുറജാതികളെ ചേർന്നവൾ. ദൈവത്തിന്റെ ജനം ഒരിക്കലും പുറജാതിയിൽപ്പെട്ടവരുമായി വിവാഹം ചെയ്യാൻ പാടില്ല. ദൈവജനം ഒരു കാലം പുറജാതികളോട് തിരുമണം ചെയ്യக்கூடாது. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പിള്ളയാக இருப்பீர்கள். ഒരിക്കലും പാരമ്പര്യത്തിൽ ഇരിക്കുന്ന ഒരാളിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. உங்களுக்கு ഒരു കാലം പാരമ്പര്യത്തിൽ இருக்கிற ஒருவரை திருமணம் செய்ய முடியாது. ആരും മിണ്ടുന്നില്ല. ஏன் எல்லாரும் அமைதலாக இருக்கிறீர்கள்? സ്തോത്രം. അതെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടായിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ജ്ഞാനസ്നാനപ്പെട്ടവர்களாக இருந்தால், നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തിയെ മാത്രമേ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ജ്ഞാനസ്നാനപ്പെട്ടവങ്ങളെ மட்டும்தான் திருமணம் பண்ணணும். കാരണം എന്റെ ബൈബിൾ പറയുന്നു, കാരണം ബൈബിൾ சொல்லுகிறது, ഇരുളും വെളിച്ചവുമായി ഒരുമിച്ച് പാർക്കാൻ കഴിയത്തില്ല. ഇരുളും വെളിച്ചമും சேர்ந்து ഒരു சேர்ந்து போகாது. കഴുതയും കുതിരയും ഒരുമിച്ച് പൂട്ടുവാൻ കഴിയത്തില്ല. കഴുതയും കുതിരയും சேர்த்து ഉള முடியாது. So there is a separation, ഒരു വേർപാടുണ്ട്. രണ്ടുക്കും ഒരു പെരിയ വ്യത്യാസമുണ്ട്. സോ ഇവിടെ സ്തോത്രം, ആഹാബ് ഒരിക്കലും ഇസബേലിനെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു കാലം ആഹാബ് യേസബേലെ തിരുമണം ചെയ്തിരിക്ക കൂടാതെ. ആ ബാലിന്റെ ഏജന്റ് ആകുന്ന, ബാലിനെ ആരാധിക്കുന്ന ഇസബേൽ ഇതാ ആ രാജ്യത്തിലേക്ക് റാണിയായി വന്നിരിക്കുന്നു. ஆனால் பாகாலை ஆராதிக்கிறவள் இப்பொழுது இந்த தெய்வ ஜனத்தை ஆளுகை செய்கிற ராஜாத்தியாக வந்து விட்டாள். സ്തോത്രം. എവിടെ നോക്കിയാലും വിഗ്രഹാരാധന ഉയരുകയാണ്. എங்கே பார்த்தாலும் വിഗ്രഹാരാധന പെരുകി കൊണ്ടിരിക്കുന്നു. ബാലിന്റെ പ്രവാചകന്മാർ ദേശത്ത് പെരുകുന്നു. பாகாலுடைய தீர்க்கதரிசிகள் தேசத்தில் பெருகுகிறார்கள். അതുപോലെ ബാലിന്റെ സ്തോത്രം അശേര പ്രവാചകന്മാർ ദേശത്ത് പെരുകുന്നു. இந்த பாகாலுடைய அஞ்சனம் பார்க்கிறவர்கள் தேசத்தில் பெருகுகிறார்கள். അശേര പ്രവാചകന്മാർ ദേശത്ത് ഉയരുന്നു. தவறான தீர்க்கதரிசிகள் பெருகுகிறார்கள். എവിടെ നോക്കിയാലും വിഗ്രഹം കൊണ്ട് നിറയുകയാണ്. எங்கே பார்த்தாலும் விக்கிரகம் கொண்டு நிறைகிறது. അന്യാരാധന കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുകയാണ്. வேற தேவர்களால் தேசம் இப்பொழுது நிரம்பி விட்டது. എല്ലാ മരത്തിന്റെ ചുവട്ടിലും വിഗ്രഹ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മരത്തിൻ കീഴിൽ
കീഴേയും വിഗ്രഹാരാധന ഇപ്പോഴത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് തന്നെ എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെ നേരിട്ട് വിഗ്രഹാരാധനയ്ക്ക് പ്രോത്സാഹനം നൽകുകയാണ്. இப்பொழுது ராஜாவே நேரிட்டு விக்கிரகாராதனை உற்சாகப்படுத்துகிறார். സോ ബാലിന്റെ ഫാൾസ് പ്രോഫറ്റ്സ് തെറ്റായ പ്രവാചകന്മാർ ദേശത്തിൽ എഴുന്നേൽക്കുന്നു. കള്ള ദീർഘദർശികൾ ദേശത്തിൽ ഇപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വിഗ്രഹാരാധനയാണ്. എല്ലായിടത്തിലും വിഗ്രഹാരാധന. അന്യാരാധനക്കാർ ദേശത്ത് പെരുകുന്നു. അന്യ ആരാധനക്കാർ പെരുകുகிறார்கள். എവിടെ നോക്കിയാലും ശാപങ്ങൾ ഉണ്ടാകുന്നു. എங்கே பார்த்தாலும் சாபங்கள் அதிகரிக்கிறது. ശ്രദ്ധിക്കുക, ഒരിക്കൽ ദൈവം പൊളിച്ചിട്ടതായ യെരിഹോ മതിൽ ഉയരുകയാണ്. கவனியுங்கள், ஒரு முறை தேவன் உடைத்து போட்ட எரிகோ கோட்டை திரும்பவும் கட்ட துவங்குகிறார்கள். അത് വീണ്ടും കെട്ടിയാൽ ശാപമെന്നാണ് തിരുവചനം പറയുന്നത്. அதை திரும்ப கட்டினால் சாபம் என்று ஆண்டவர் சொல்லியிருந்தார். സോ അന്യാരാധനയാണ്. ஆனா அது அந்நிய ஆராதனை. മുഴുവൻ പാപമാണ്. முழுவதும் பாவம். തെറ്റായ വിവാഹമാണ്. தவறான திருமணங்கள். ദൈവകൃപയില്ലാത്തതായ അന്തരീക്ഷമാണ്. தேவ கிருபை இல்லாததான ஒரு காலநிலை. സോ ആ സമയത്ത് ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ദേശത്തിൽ യാതൊരു തരത്തിലുള്ള ആത്മീയ വെളിച്ചവുമില്ല. அந்த காலத்தில் பைபிள் சொல்கிறது தேசத்தில் எந்த நிலைமையிலும் ஆவிக்குரிய அட்மாஸ்பியர் இல்லை. നിങ്ങളെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നാണ് ചിന്തിക്കുന്നത്. நம்முடைய சிந்தையை வைத்து பார்த்தால் இங்கே எதுவும் நடக்காது என்று தோன்றும். പക്ഷേ ആ ഇരുട്ടത്ത് ആ അർദ്ധരാത്രിയിൽ ഒരു സൂര്യൻ ഉദിച്ചു. ஆனால் அந்த இருள் நிறைந்த காலத்தில் ஒரு சூரிய வெளிச்சம் உண்டாகிறது. കൃത്യമായ ഒരു കാര്യം പറയട്ടെ, திரும்ப ആഴமாக சொல்லுகிறேன். എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത്, അവിടെയായിരിക്കും ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. எப்போ நம்முடைய வாழ்க்கையில ஒன்றும் நடக்காது என்று வீடுகளில் நினைக்கிறீர்களோ அப்பதான் ஒரு அற்புதத்தை ஆண்டவர் செய்ய துவங்குகிறார். എവിടെയാണോ ഒന്ന് നടക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അവിടെയായിരിക്കും ദൈവം തന്റെ വലിയ വിടുതൽ അയക്കുന്നത്. എங்கே നടക്കാതെ എന്ന് നമ്മൾ சொல்லுகிறோமோ அங்கே கர்த்தர் தன்னுடைய விடுதல் பெரிய விடுதலை அனுப்புகிறார். ഒന്ന് രാജാക്കന്മാർ 16 നിങ്ങൾ വായിക്കുമ്പോൾ, ഒന്ന് നാளாകമം 16 നമ്മൾ ഒന്ന് രാജാക്കന്മാർ 16 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, രാജാക്കൾ 16 അധികാരത്തെ വാസിക്കുമ്പോൾ അവിടെ ഒരു വിടുതൽ നടക്കത്തില്ല എന്ന ക്രമത്തിലാണ് ആ ദേശമായിരിക്കുന്നത്. அங்கே ஒரு விடுதலை நடக்காது என்று நிலவி சூழ்நிலை தேசத்தில் நிலவுகிறது. ആഹാബ് രാജാവായിരിക്കുന്നു, ஆகாபு ராஜாவாக இருக்கிறார், ഇസബേൽ റാണിയായിരിക്കുന്നു, യേസബേൽ രാണിயாக இருக்கிறார். എവിടെ നോക്കിയാലും അന്യാരാധനയാണ്. എങ്ക பார்த்தாலும் അന്യ ആരാധന. കള്ള പ്രവാചകന്മാർ ദേശത്തെ ഭരിക്കുന്നു. കള്ള ദീർഘദർശികൾ ദേശത്തിൽ പെരുകുகிறார்கள். ഓ സ്തോത്രം. എവിടെ നോക്കിയാലും വിഗ്രഹം പെരുകുന്നു. എങ്ക பார்த்தாலும் വിഗ്രഹ ആരാധന പെരുകുகிறது. ഇവിടെ ഒന്നും നടക്കത്തില്ല. ഇനി ഒന്നും നടക്കാതെ ഒരു വിടുതലും ഉണ്ടാകത്തില്ല. ഇനി ഒരു വിടുതലും നടക്കാതെ എന്ന് നിனைத்தார்கள். ദൈവം ഉറങ്ങുകയല്ല. ஆனால் தேவன் தூங்குகிறவர் அல்ல. ദൈവം ലീവിന് പോയിട്ടില്ല. ஆண்டவர் விடுமுறைக்கு போகவில்லை. ദൈവം പെൻഷൻ പറ്റിയിട്ടില്ല. தேவன் பென்ஷன் வாங்கி வீட்டிலே இல்லை. ദൈവം സിംഹാസനത്തിൽ തന്നെയുണ്ട്. தேவன் சிங்காசனத்திலே தான் இருக்கிறார். கர்த்தர் சிங்காசனத்திலே தான் இருக்கிறார். ഒരു 16 അധ്യായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു 17 അധ്യായമുണ്ട്. ഒരു 16வது அதிகாரம் இருந்தால் ஒரு 17வது அதிகாரம் ഉണ്ട്. നിങ്ങൾ ഇതുവരെ പ്രശ്നങ്ങളാണ് കണ്ടത്. നാം ഇതുവരെയും പ്രശ്നങ്ങളെ പാർത്തിരുന്നു. നിങ്ങൾ ഇതുവരെ വെല്ലുവിളിയാണ് കണ്ടത്. ഇതുവരെയും സവാലുകളെ പാർത്തിരുന്നു. ഇതുവരെ നിങ്ങൾ പോരാട്ടമാണ് കണ്ടത്. ഇതുവരെയും പോരാട്ടങ്ങളെ എന്നാൽ പാർത്തിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങൾ നോക്കി പറയുന്നു, ഇന്നേക്ക് ആവിയാനവർ சொல்லுகிறார், സെപ്റ്റംബർ തീരുകയാണ്. സെപ്റ്റംബർ முடிய പോകുന്നത്. ഒക്ടോബർ നിന്റെ വിടുതലിന്റെ മാസമായിരിക്കും. അക്ടോബർ ഉങ്ങളുടെ വിടുതலை നാൾകളാக മാറും. അക്ടോബർ വിടുതலை നാൾകളായി മാറും. ഒക്ടോബർ നിന്റെ മറുപടിയുടെ ദിവസങ്ങളായിരിക്കും. അക്ടോബർ മറു ഉത്തരവ് നാൾകളായി മാറും. എന്നും കണ്ണുനീരല്ല, என்றைக்கும் கண்ணீர் அல்ல, എന്നും പ്രശ്നങ്ങളല്ല, என்றைக்கும் பிரச்சனையல்ல, എന്നും വെല്ലുവിളിയല്ല, என்றைக்கும் സവാലുകൾ അല്ല. ഒരു താഴ്വരയുണ്ടെങ്കിൽ നിശ്ചയമായി ഒരു മേടുണ്ട്. என்றைக்கும் பள்ளத்தாக்கு என்று சொன்னால் ஒரு மேடு கண்டிப்பாக உண்டு. ഒരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഒരു നോഹയുടെ പെട്ടകവുമുണ്ട്. ஒரு ജലപ്രളയം ഇരുന്നാൽ ഒരു നോവയുടെ പേളയും ഉണ്ട്. സ്തോത്രം. ഒരു ഫറവോന്റെ നാടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു വിടുതലുണ്ട്. ഒരു പാർവോനുடைய தேசம் இருந்ததென்றால் அங்கே இருந்து ஒரு விடுதலை உண்டு. ഒരു വനാന്തരം ഉണ്ടെങ്കിൽ ഒരു മരുഭൂമി ഉണ്ടെങ്കിൽ ഒരു വാഗ്ദത്ത ദേശമുണ്ട്. ഒരു വനാന്തര ദേശം ഇരുന്നാൽ ഒരു വാഗ്ദത്ത ദേശമുണ്ട്. ഒരു വളർച്ചയുണ്ടെങ്കിൽ നിശ്ചയമായി മഴ പെയ്യുന്ന ഒരു സീസൺ ഉണ്ട്. ഒരു വളർച്ച ഒരു വനാന്തരം இருக்கிறதென்றால் മഴ പെയ്യുന്ന ഒരു കാലം വരും. സോ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സീസൺസ് മാറുവാൻ പോകുകയാണ്. കാല വേളയിലെ சொல்லுகிறேன், நம்முடைய சூழ்நிலைகள் மாற போகிறது. சூழ்நிலைகள் மாற போகிறது. നിങ്ങളുടെ സീസൺസ് മാറുവാൻ പോകുന്നു. നമ്മുടെ സൂழ்நிலைகள் മാറ പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ.
നിങ്ങളുടെ വീടിന്റെ സീസൺ മാറുവാൻ പോകുന്നു. നമ്മുടെ വീട്ടുடைய സൂழ்நிலைகள் മാറ നിങ്ങളുടെ പോകുന്നത്. ജീവിതത്തിന്റെ സീസൺ മാറാൻ പോകുന്നു. നമ്മുടെ வாழ்க்கைയുടെ സീസണുകൾ മാറ പോകുന്നത്. 16-ാം അധ്യായം ഒരു കാരിരുളിൻ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ 16ാം അധികാരം ഒരു ഇരുളാக இருக்கிறது. ആ 17-ാം അധ്യായം ഒറ്റ സെന്റൻസ് മതി ആ 16-ാം അധ്യായത്തെ മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ. 17ാவது அதிகாரத்தில் ஒரு சென்டென்ஸ் போதும் 16 முழுவதையும் கேன்சல் பண்ணுவதற்காக. വണ്ടർഫുൾ. ഒരിക്കൽ കൂടെ 16-ാം അധ്യായം മുഴുവൻ പ്രശ്നമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. 16ാவது அதிகாரம் முழுவதும் பரிசுத்தாவியான ஒரு பிரச்சனைகளை எழுதுகிறார். 17-ാം അധ്യായം ഫസ്റ്റ് സെന്റൻസ് മതി അതിൻ മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ. 17ാவது அதிகாரத்தில் ஒரு வார்த்தை போதும் அத்தனையும் கேன்சல் பண்ணுவதற்கு. എന്താണ് 17-ന്റെ 1? 17:1 என்ன? സ്തോത്രം. എന്നാൽ തിസ്ബിനായ ഏലിയാവ്. എന്നാൽ തിസ്ബിയനാകിയ ഏലിയാവ് വந்தான். എന്നാൽ തിസ്ബിനായ ഏലിയാവ്. തിസ്ബിയനാകിയ ഏലിയാവ് വந்தான். சொல்லுங்க, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്നാൽ തിസ്ബിനായ ഏലിയാവ്. சொல்லுங்க, എന്നാൽ തിസ്ബിയനാകിയ ഏലിയാ. ஆனால் തിസ്ബിനായ ഏലിയാവ്. എല്ലാവരും சொல்லுங்க, തിസ്ബിയനാകിയ ഏലിയാ. ഒരു ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഏലിയാവെ കർത്തർ எழுப்பினார். നോക്കിയേ ആ 17-ാം അധ്യായം 1-ാം വാക്യം. 17ാவது அதிகாரம் 1வது வசனத்தை வாசியுங்கள். എന്നതാണ്? வாசிங்க. எல்லாரும் சேர்ந்து வாசிப்போம். கீலேயாத்தின் குடிகளிலே திஸ்பியனாகிய எலியா ஆகாபை நோக்கி. പോതും. സ്തോത്രം. ഒറ്റ സെന്റൻസ് മതി. ബാക്കി കഴിഞ്ഞ അധ്യായത്തിലുള്ള മുഴുവൻ പ്രശ്നവും ക്യാൻസൽ. இந்த ஒரு வார்த்தை போதும் போன அதிகாரத்தில் உள்ள அத்தனை பிரச்சனைகளையும் கேன்சல் செய்வதற்காக. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിലുള്ള പ്രശ്നത്തെ മുഴുവൻ ഇടിച്ചു നിരത്താൻ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു ബുൾഡോസർ ഇറങ്ങിക്കഴിഞ്ഞു. 16வது அதிகாரத்தில் இருக்கிற முழு பிரச்சனைகளையும் இடித்து போடுவதற்கு 17வது அதிகாரத்தில் ஒரு புல்டோசரை போல ஒருவர் வந்திருக்கிறார். അവന്റെ പേരാണ് ഏലിയാവ്. അവരുടെ പേരാണ് എലിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ബാലായിരിക്കാം, അശേര പ്രവാചകന്മാരായിരിക്കാം, വിഗ്രഹാരാധനയായിരിക്കാം, ശാപമായിരിക്കാം, ഇസ്മേലായിരിക്കാം, ആഹാബായിരിക്കാം. പക്ഷേ ഇതിനെ മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ ഒറ്റ ഏലിയാവ് മതി. பாகாலாக இருக்கலாம், விக்கிரகாராதனையாக இருக்கலாம், ஆகாபாக இருக்கலாம், ஏசபேலாக இருக்கலாம், கள்ள தீர்க்கதரிசிகளாக இருக்கலாம். இந்த முழு பிரச்சனையை கேன்சல் பண்ணுகிற ஒரு எலியா போதும். ഒരു എലിയാ പോതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കന്യാകുമാരി ജില്ലയിൽ ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് ചില ഏലിയാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കന്യാകുമാരി മാവട്ടത്തിലെ இந்த இடத்தில் இருந்து கர்த்தர் ஏலியாக்களை கர்த்தர் எழுப்பட்டும் യേശുവിൻ നാമത്തിനാല. ദൈവം ചില ഏലിയാക്കളെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ സഭയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുന്നു. நம்ம வீட்டிலிருந்து நம்முடைய சபையில் இருந்து கர்த்தர் ஏலியாக்களை எழுப்பட்டும். ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞാട്, വല്ലമയോടെ ഒരു ഹല്ലേലൂയ சொல்லுங்க பார்க்கலாம். ഒരു ഏലിയാവിന്റെ അഭിഷേകം ഇന്ന് പകൽ ഇവിടെ കർത്താവ് പകരുവാൻ പോകുന്നു. ഏലിയാവിൻ മേലുള്ള അഭിഷേകത്തെ இந்த காலை வேளை கர்த்தர் நம்ம மேல வைக்க போகிறார். പത്തല്ല ഒരു ഏലിയ நல்ல കരങ്ങളെ തട്ടി ഒരു ഏലിയ അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. എവിടെ പ്രശ്നമുണ്ടോ അവിടെ പരിഹാരവും ദൈവം എഴുന്നേൽപ്പിക്കും. அதுதான் ஆண்டவருடைய விசேஷம். எங்கே பிரச்சனை உண்டோ அங்கே பரிகாரத்தை உண்டு பண்ணுவார். ഇപ്പുറത്തൊരു മാറയുണ്ടെങ്കിൽ അപ്പുറത്തൊരു മരമുണ്ട്. அங்கே ஒரு மாறா என்கிற அனுபவம் உண்டால் இந்த பக்கத்தில் ஒரு மரத்தை கர்த்தர் வைத்திருக்கிறார். മരമാണ് മാറയുടെ കയ്പിനെ മാറ്റുന്നത്. அந்த மரம் தான் இந்த மாறாவை கசப்பை மதுரமாக மாற்றுவது. ആമേൻ. ഇപ്പുറത്ത് മാറയുണ്ടെങ്കിൽ അപ്പുറത്തൊരു മരമുണ്ട്. இந்த பக்கத்திலே மாறா இருந்தால் அந்த பக்கத்தில் ஒரு மதுரம் உண்டு. ഇപ്പുറത്തൊരു ഫറവോൻ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു മോശയുണ്ട്. இந்த பக்கத்தில் பார்வோன் என்றால் அந்த பக்கத்தில் ஒரு மோசேயை எழுப்புவார். ഇപ്പുറത്തൊരു നെബൂഖദ്നേസർ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു ദാനിയേലുണ്ട്. இந்த பக்கத்தில் ஒரு நேபுகாத்நேசர் இருந்தால் அந்த பக்கத்தில் தானியேல் உண்டு. ഇപ്പുറത്തൊരു ഫെസ്തോസ് ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു പൗലൂസ് ഉണ്ട്. இந்த பக்கத்தில் ஒரு ஃபெலிக்ஸ் இருந்தால் இந்த பக்கத்தில் ஒரு பவுல் உண்டு. ഇപ്പുറത്തൊരു ഹെരോദാവ് ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു പത്രോസ് ഉണ്ട്. இந்த பக்கத்தில் ஒரு ஏரோது இருந்தால் இந்த பக்கத்தில் ஒரு பேதுரு உண்டு. ഇപ്പുറത്തൊരു പഴയ പാമ്പുണ്ടെങ്കിൽ അപ്പുറത്ത് യൂദരാജ സിംഹം ഉണ്ട്. இந்த பக்கத்தில் பழைய பாம்பு இருந்தால் இந்த பக்கத்தில் யூதராஜ சிங்கம் உண்டு. ஹalleluya ஹalleluya സോ ഇപ്പുറത്തെ ഏലിയ, ഇപ്പുറത്ത് ആഹാബും ഇസബേലും ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു ഏലിയാവ് ഉണ്ട്. இந்த பக்கத்தில் ஆகாபும் യേസബേലും இருந்தால் இந்த பக்கத்தில் എലിയാ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ആ മനുഷ്യനേതാ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. Unless I say there won't be any rain or dew over the land. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. அந்த எலியா இப்பொழுது எழும்பி நின்று அரண்மனையிலே போய் சொல்லுகிறார், என்னுடைய வார்த்தையே அன்றி மழையும் பனியும் இந்த தேசத்தில் பெய்யாதென்று. നമ്മളൊക്കെ പ്രസംഗിച്ച ചെറിയ മീറ്റിംഗ്
മീറ്റിങ്ങിന് പ്രസംഗിച്ച് പിന്നെ കുറച്ചുകൂടെ വലിയ മീറ്റിംഗായി, പിന്നെ കുറച്ചുകൂടെ വലിയ മീറ്റിംഗായി, പിന്നെ വലിയ മീറ്റിങ്ങിന് നമ്മൾ പ്രസംഗിച്ച് കയറി. நம்மெல்லாம் ஆரம்பத்துல சின்ன மீட்டிங், அப்புறம் கொஞ்சம் கூட அதை விட பெரிய மீட்டிங், அதை விட பெரிய மீட்டிங், அப்படிதான் வளர்ந்தோம். ഞാൻ 18ാമത്തെ വയസ്സിലാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. நான் 18வது வயதிலே பிரசங்கம் பண்ண ஆரம்பித்தேன். 20 വയസ്സ് മുതൽ ഞാൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ പ്രസംഗിക്കാൻ തുടങ്ങി. என்னுடைய 20வது வயதிலிருந்து கன்னியாகுமரியில் பிரசங்கிக்கிறேன். 22ാമത്തെ വയസ്സിൽ ഞാൻ ആറ്റൂർ ചന്തയിൽ പ്രസംഗിച്ചു. நான் 22வது வயதிலே ஆற்றூர் சந்தையில பிரசங்கம் பண்ணினேன். ആറ്റൂർ ചന്ത അറിയോ നിങ്ങൾക്ക്? ആറ്റൂർ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി, കൊണ്ടുവന്ന് കാണിക്കാം. ஆற்றூர் தெரியாதவங்க வாங்க, நான் காண்பிக்கிறேன். ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ. സ്തോത്രം. അതെ, ആ ചന്ത പാക്ക് ചെയ്ത് ജനം ഉണ്ടായിരുന്നു. அந்த சந்தை முழுவதுமாக மக்கள் இருந்தார்கள். ആയിരക്കണക്കിന് ആൾക്കാര്, ஆயிரக்கணக்கில் மக்கள் இருந்தார்கள். 22 വയസ്സുള്ള പ്രാസംഗികന്. 22 വയതിലെ நான் அங்கே பிரசங்கம். എൻ്റെ വയസ്സ് ആരും കാൽക്കുലേറ്റ് ചെയ്യല്ല. ஆனா இப்ப யாருக்கு வயதை கணக்கு பண்ணாதீங்க. 1992 മാർച്ച് മാസം. அது 1992 மார்ச் மாதத்தில். എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയല്ല, ഈ അടുത്ത സമയത്ത്, ഈ അടുത്ത കാലത്ത്. அது ரொம்ப தூரத்திலല്ല, இப்ப பக்கத்துல நான் பிரசங்கம். ഞാൻ ഇപ്പോഴും ചെറുക്കനാണ്, ഞാൻ ഇപ്പോഴും അധികം நான் പ്രായം. இப்பொழுதுം சிறுவன் தான். സോ നമ്മൾ ചെറിയ മീറ്റിങ്ങിന് പ്രസംഗിച്ചാണ് വലിയ മീറ്റിങ്ങിന് പോകുന്നത്. நாங்க சின்ன கூட்டத்துல பிரசங்கம் பண்ணி தான் பெரிய கூட்டத்துல பிரசங்கம் എന്നാൽ பண்ணோம். ഏരിയ അങ്ങനെയല്ല. ஆனால் எலியா அப்படி அல்ல. ഡയറക്റ്റ് കൊട്ടാരത്തിൽ കയറി നിന്നു டைரக்டாக அரண்மனையில போய் பிரசங்கம் பண்ணுகிறார். ഡയറക്റ്റ് കൊട്ടാരത്തിൽ കയറി നിന്നു டைரக்டா அரண்மனையில போய் பிரசங்கம் பண்ணுகிறார். അഭിഷേകമുള്ളവന്റെ മുൻപിൽ ഒരു വാതിലിനും അടഞ്ഞു കിടക്കാൻ കഴിയത്തില്ല. அபிஷேகம் உள்ளவருக்கு முன்பாக ஒரு வாசலை அடைக்க முடியாது. ஹalleluya, ஹalleluya, ஜீசஸ். പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വാതിലുകളെ തുറക്കാൻ പോവാണ്. பரிசுத்த ஆவியானவர் சொல்லுகிறார், நம்முடைய பிள்ளைகளுக்காக வாசல்களை திறக்க போகிறார். നിന്റെ പിള്ളേർക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കാൻ പോവാ. நம்முடைய பிள்ளைகளுக்காய் வாசலை திறக்க போகிறார். ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ നിന്റെ കുട്ടികൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കാൻ പോവാ. இந்த ஆண்டுடைய இறுதி நாட்களிலே அதை செய்ய போகிறார் பிள்ளைகளுக்காய். ദൈവം വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. கர்த்தர் வாசலை திறந்தா யாருக்கு அடைக்க முடியும்? ആമേൻ, ஆமென். ഏലിയാവ് ആഹാബിന്റെ മുൻപിൽ നിന്നിട്ട് പറഞ്ഞു, எலியாവ് ஆகாபுக்கு முன்பாக நின்று ഞാൻ சொல்கிறார், പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. என்னுடைய வார்த்தை இல்லாமல் தேசத்தில் மழையும் பனியும் பெய்யாது. എന്താ മഞ്ഞും മഴയുടെയും കാര്യം പറയുന്നേ? அது எதற்காக பனியும் மழையுடைய காரியத்தை சொல்றார்? കാരണം ബാല് വന്നിട്ട് മഴ പെയ്യിപ്പിക്കുന്ന ദൈവം എന്നാണ് അന്നത്തെ വിശ്വാസം. அவர்கள் நினைத்தார்கள் பாகால் வந்து மழையை பெய்ய பண்ணுகிற தெய்வம் என்று நம்பியிருந்தார்கள். അപ്പൊ അവര് വിചാരിച്ചു, ഇപ്പൊ ഇസബേല് പുതിയ റാണിയായി വന്നിരിക്കുന്നു, കൂടെ അവളെ ബാലിനെ സ്ത്രീധനമായി കൊണ്ടുവന്നിരിക്കുന്നു, ഇപ്പൊ ഇതാ ഭയങ്കര മഴയായിരിക്കും. இவங்க என்ன நினைச்சாங்கன்னு சொன்னா, இப்பொழுது ஏசபேலை இங்க விவாகம் பண்ணி கொண்டு வந்தாயிற்று, கூடவே பாகாலையும் கொண்டு வந்தாயிற்று, தேசத்துல நல்ல மழையும் பனியும் இருக்கும் என்று அவர்கள் நம்பினார்கள். ഭയങ്കര മഴയായിരിക്കും, பயங்கர மழையாக இருக்கும் என்று കൊയ്ത്തായിരിക്കും, நல்ல அறுவடையா இருக்கும் என்று நம்பினார்கள். നമ്മളെ ഭണ്ഡാരശാല മുഴുവൻ നിറയെ, நம்முடைய பண்டக சாலைகள் எல்லாம் நிரம்ப போகிறது. ആഹാബ് അങ്ങനെ ചിന്തിച്ചിരിക്കണോ, നല്ല മഴ നല്ല കൊയ്ത്ത് എന്ന് ചിന്തിച്ചിരിക്കുക. ஆகாபு நினைத்து கொண்டிருக்கிறார், நல்ல மழை நல்ல அறுவடை என்று நினைத்து கொண்டிருக்கிறார். പക്ഷേ അപ്പോഴേക്കും ഇസബേൽ വന്നു, അപ്പോഴേക്കും ഏലിയാ വന്ന് പറയുന്നു, அந்த நேரத்தில் எலியா வந்து சொல்லுகிறார், ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ല, என்னுடைய வார்த்தையின்படி அல்லாமல் மழை பெய்யாது என்று. ആ ഒറ്റ സെന്റൻസിൽ അന്തരീക്ഷം മാറി. அந்த ஒரு வார்த்தையில் காலநிலை மாறினது. ஹalleluya. ഇന്ന് പകൽക്കാലം இந்த காலை ഈ வேளையில் ഒറ്റ മീറ്റിംഗിൽ കന്യാകുമാരി ഡിസ്ട്രിക്ട് മുഴുവൻ മാറട്ടെ. இந்த ஒரு கூட்டத்திலே கன்னியாகுமரி மாவட்டத்தில் சூழ்நிலை மாறட்டும். ஜீசஸ், இயேசுவின் நாமத்தினால, இயேசுவின் நாமத்தினால. ആമേൻ, ஆமென், ആമേൻ, ஆமென். ഈ ഒറ്റ മീറ്റിംഗിൽ ഈ ദേശത്തിന്റെ അന്തരീക്ഷം മുഴുവൻ മാറട്ടെ. இந்த ஒரு கூட்டத்தினால தேசத்தின் காலநிலை மாறட்டும். ഏലിയാവിന് ആഹാബിന്റെ മുൻപിൽ നിന്ന് ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. எலியா ஆகாபுக்கு முன்பாக ஒரு வார்த்தை சொன்னார், കാർമേഘം മുഴുവൻ മാറിപ്പോയി. மேகம் മാറിனது, അയ്യോ മഞ്ഞെല്ലാം ഓടിപ്പോയി, பனி எல்லாம் மாறி போனது, ഭയങ്കരമായി സ്തോത്രം ചൂടായി. பயங்கரமான வெப்பம் உண்டாகிறது. ആഹാബിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ, അവന്റെ സാമ്പത്തിക നില മുഴുവൻ തകരാറിലായി. ஆகாபுடைய பொருளாதார நிலைமை எல்லாம் கீழே போனது, சம்பத்துகள் எல்லாம் குறைய ஆரம்பித்தது. ഏലിയാവ് ദേശത്തെ മാറ്റിമറിച്ചു. ஏலியா தேசத்தை திருப்பி போட்டார். അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. இதுதான் நம்முடைய வாழ்க்கையில நடப்பது. നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം കുടുംബങ്ങൾ മാറാൻ പോകുന്നു, വ്യക്തികൾ മാറാൻ പോകുന്നു, ദേശം മാറാൻ പോകുന്നു. நம்முடைய ஜெப நிமித்தம் குடும்பங்களில் மாற்றம், தனி நபரில் மாற்றம், தேசத்தில் மாற்றம். நல்ல கையை தட்டி ஆமென் என்று ஆர்ப்பரிக்கலாமா? குடும்பத்தில் மாற்றம், தனி நபரில் மாற்றம், தேசத்தில் மாற்றம். எஸ். നിങ്ങളുടെ വീട്ടിൽ ചെന്നായി പോലെ സ്വഭാവത്തിലുള്ളവനെല്ലാം
കുഞ്ഞാടുകൾ പോലെ ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾ കാണാൻ പോവാ. நம்முடைய வீடுகளில் ஓநாயை போன்ற சுபாவத்தில் இருக்கிறவர்கள் ஆட்டுக்குட்டியை போல ஆண்டவரை ஆராதிக்கிற காலம் இதா சீக்கிரத்தில் வருகிறது. കരങ്ങളെ അടിച്ച് கரங்களை தட்டி கரங்களை தட்டி கரங்களை தட்டி പ്രാർത്ഥന അന്തരീക്ഷത്തെ മാറ്റുകയാണ്. ஜெபம் காலநிலையை மாற்றும். പ്രാർത്ഥന അന്തരീക്ഷത്തെ മാറ്റുകയാണ്. அந்த ஜெபம் காலநிலையை மாற்றுகிறது. ആഹാബ് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. அந்த எலியா ஒரே ஒரு வார்த்தை தான் சொன்னார். ഏലിയാവ് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. எலியா ஒரு வார்த்தை தான் சொன்னார். ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. என்னுடைய வார்த்தையின்படி அல்லாமல் மழையும் பனியும் பெய்யாதென்று. എന്നിട്ട് 3 സ്ഥലങ്ങളിലൂടെ ദൈവം ഏലിയാവിനെ കടത്തിവിട്ടു. இப்ப 3 பாகங்களுக்கு நேராக ஆண்டவர் எலியாவை நடத்துகிறார். ഏലിയാവിനെ 3 സ്ഥലത്ത് കടത്തിവിട്ടതായി വേദപുസ്തകം പറയുന്നു. 3 இடங்களுக்கு நேராக நடத்தினதாக பைபிளில் நம்ம பார்க்கிறோம். 3 സ്ഥലം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3 இடங்களை சொல்லி நான் ஜெபிக்கிறேன். ഒന്നാമത്തെ ദൈവം ഏലിയാവിനെ വിട്ടത് കെരീത് തോട്ടിന്റെ അരികിലേക്ക് ദൈവം വിട്ടു. முதலாவதாக ஆண்டவர் எலியாவை நடத்தினது கேரீத் ஆற்றங்கரையிலே. ആമേൻ. കെരീത് തോട്ടിന്റെ കരയിൽ ദൈവം അവനെ അയച്ചു. கேரீத் என்கிற ஆற்றங்கரையிலே ஆண்டவர் எலியாவை நடத்தினார். ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ കെരീത്. எல்லாரும் சொல்லுங்க கேரீத். കെരീത്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫെയ്ത്ത്. അതൊരു വിശ്വാസത്തിന്റെ സ്ഥലമാണ്. அந்த கேரீத் என்றால் விசுவாசத்துடைய இடம் என்று அர்த்தம். ആമേൻ. ஆமென். കെരീത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ സ്ഥലം. கேரீத் என்றால் விசுவாசத்துடைய இடம். 2 പേരെ തോളി പിടിച്ച് കുലുക്കി പറയണം വിശ്വാസത്താൽ ജീവിക്കുക. 2 പേരെ തോളിൽ തട്ടി சொல்லுங்க விசுவாசத்தால வாழுங்கள். 2 പേരെ பார்த்து തട്ടി சொல்லுங்க விசுவாசத்தால் வாழுங்கள். ഉറങ്ങിയിരിക്കുന്ന എല്ലാവരും തട്ടി എണീപ്പിച്ച് പറ വിശ്വാസത്തിൽ ജീവിക്കുക. தூங்குறவங்க எல்லாம் தட்டி சொல்லுங்க വിശ്വാസത്താൽ വാഴുங்கள். ആമേൻ. വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസത്താൽ നമ്മൾ വാഴുகிறோம். പണത്തിലല്ല ജീവിക്കുന്നത്. പണത്തിനാൽ അല്ല. തെങ്ങും റബ്ബറും കൊണ്ടല്ല ജീവിക്കുന്നത്. തെന്നന്തോപ്പും റബ്ബർ തോട്ടത്തിനാലും അല്ല. വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നാം വിശ്വാസത്താൽ വാഴുகிறோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു ബൈബിൾ சொல்லுகிறது വിശ്വാസത്തിൽ ജയിക്കുന്നു. വിശ്വാസത്താൽ ജയമെടുக்கிறோம். വിശ്വാസത്തിൽ ജീവിക്കുന്നു. വിശ്വാസത്താൽ ജീവിக்கிறோம். ഒരിക്കൽ കൂടെ വിശ്വാസത്തിൽ ജയിച്ചു ജീവിക്കുന്നു. இப்படி சொல்லுவோம் விசுவாசத்தால் ஜெயிச்சு வாழுகிறோம். വിശ്വാസ ജീവിതം ജയ ജീവിതം. விசுவாச வாழ்க்கை ஜெயமான வாழ்க்கை. വിശ്വാസ ജീവിതം ജയ ജീവിതം. சொல்லுங்க விசுவாச வாழ்க்கை ஜெய வாழ்க்கை. കെരീതിന്റെ അനുഭവത്തിൽ നിങ്ങൾ ആകുമ്പോൾ നിങ്ങളുടെ തോൽവികളെ മുഴുവൻ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. கேரீத் അനുഭവത്തിലെ വരുம்போது நம்முடைய தோல்விகளை கர்த்தர் கேன்சல் பண்ணுகிறார். ബർക്കമൻസ് പാടിയതുപോലെ ഇനി തോൽവി ഇല്ല. ஃபாதர் பாடினது போல இனி தோல்வி நமக்கு இல்லை. ഇനി ജയം മാത്രമേ ഉള്ളൂ. இனி கர்த்தர் ஜெயத்தை தருகிறார். ജയത്തിന്റെ കാലത്തിൽ വന്നു കഴിഞ്ഞു. ஜெயத்துடைய காலம் வந்திருக்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. കെരീത് തോട്ടിൽ ഏലിയാവ് കാത്തിരിക്കുകയാണ്. கேரீத் ஆற்றங்கரையில் எலியா காத்திருக்கிறார். അപ്പൊ ഇതാ ഒട്ടക പക്ഷിയല്ല, കാക്ക അവന് കൊണ്ടുവന്ന് 2 നേരം ആഹാരം കൊടുക്കുന്നു. அந்த காக்கா வந்து டெய்லி 2 நேரம் சாப்பாடு கொடுக்குது. ഒട്ടക പക്ഷി എന്ന് പറഞ്ഞാൽ ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന് എന്നാ തമിഴില്? ഓസ്ട്രിച്ച് എന്നാ കോഴി? நெருப்பு கோழி. നെരുപ്പ് കോഴിയാ? தீக்கோழி. തീക്കോഴി അല്ല ഏലിയാവിന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്തേ. தீக்கோழி அல்ல, நெருப்பு கோழி அல்ல எலியாவுக்கு ஆகாரம் உணவு கொண்டு வந்தது. തീക്കോഴി കൊണ്ടുവന്ന മറ്റേ എന്താ JCBയിൽ വരുന്നത് പോലെ ആഹാരം വരുമായിരുന്നു. அந்த நெருப்பு கோழியில கொண்டு வந்திருந்தா JCBயில வர்றது போல சாப்பாடு வந்திருக்கும். എന്ന് പറഞ്ഞാൽ ചിലർക്ക് 24 ഇഡ്ഡലി കഴിച്ചാലേ ബ്രേക്ക്ഫാസ്റ്റ് ആകത്തുള്ളൂ. ചിലർക്ക് 24 ഇഡ്ഡലി சாப்பிட்டாதான் காலையில சாப்பிட்டது மாதிரி അവർ പറയും 24 മൂപ്പന്മാർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ചുറ്റുമുണ്ട്. കേട്ടാ சொல்லுவாங்க 24 മൂപ്പர்கள் സിംഹാസനത്തെ ചുറ്റി இருந்தார்கள். ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റിയുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും 120 പേർ മാളിക മുറിയിൽ ഇരുന്നത് പോലെ 120 ഐറ്റം ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. அங்க எங்க சர்ச்சில் ஒரு ஆண்டிக்கு வீட்டுக்கு போகும்போது 120 பேர் மேல் வீட்டறையில் இருந்தது போல 120 வகை உணவுகள் அங்கே டைனிங் டேபிள்ல இருக்கிறது. ചിലർ ജീവിക്കുന്നതേ തിന്നാനായിട്ട് ചിലർ ജീവിക്കുന്നത്. ചിലർ வாழ்றதே சாப்பிடுறதுக்காக தான். ചിലർ ജീവിക്കുന്നതേ തിന്നാനായിട്ടാണ്. ചിലർ வாழ்றதே சாப்பிடுறதுக்காக. പക്ഷെ കണക്കുകൾ പറയുന്നു മനുഷ്യൻ പഞ്ചമായി പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ കൂടുതൽ തിന്നുന്നവനാണ് വേഗത്തിൽ ചാകുന്നത്. கணக்கு சொல்லுகிறது பட்டினி கிடந்து மரிக்கிறதை விட கூடுதல் சாப்பிடுறவங்களும் சீக்கிரமா மரிக்கிறாங்கன்னு. എൻ്റെ അടുത്ത മീറ്റിംഗ് ക്യാൻസൽ. ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം സഭ വളരുകയാണ്. ചില இடத்துல சொல்லும்போது சொல்லு சபை வளருகிறது. സഭ വളരുന്നു. சபை வளருகிறது. എങ്ങനെ? സൈഡിലോട്ട് സഭ വളരുന്നു. സൈഡിലോട്ട് 2 സൈഡിലെ സഭ വളരുது. യെരുശലേം യഹൂദിയ ശമരിയ ഭൂമിയുടെ അറ്റത്തോളം. യെരുശലേം യൂദയ സമാരിയ ഭൂമിயின் അറ്റം വരെ.
ചില കസേര മാറ്റേണ്ട കാലമെടുത്തു. சில சேர்கள் மாற்ற வேண்டிய காலம் வந்தது. പക്ഷെ ഏലിയാവ് അങ്ങനെയല്ല. ஆனா எலியா அப்படி அல்ல. ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഉപയോഗിക്കുന്നെങ്കിൽ നിന്റെ ഊണ് പ്ലേറ്റ് കാണുമ്പോൾ എനിക്കറിയാം നീ എത്രത്തോളം അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്നു. கர்த்தர் நம்மை பயன்படுத்துகிற பாத்திரத்துடைய சாப்பாட்டு பாத்திரத்தை பார்த்தா தெரியும். യെസ്. ചിലര് ഫോണിൽ അഡിക്ഷൻ ആണ്, ചിലർ മൊബൈലുக்கு അടിമ, ചിലര് കമ്പ്യൂട്ടറിന് അടിമയാണ്, ചിലർക്ക് കമ്പ്യൂട്ടർ അടിമ, ചിലർ കമ്പ്യൂട്ടർ ഗെയിംസിന് അടിമയാണ്, ചിലർ വിളയാട്ടുകൾക്ക് അടിമ, ചിലര് കുക്കിങ്ങിൽ അടിമയാണ്, ചിലർ சமையலுக்கு അടിമ, അവളെ ഭർത്താവ് തിന്നാൻ അടിമയാണ്, அவங்க புருஷன் சாப்பாட்டுக்கு அடிம, ഭാര്യ വന്ന് കുക്കിങ്ങിന് അടിമ, மனைவி சமையலுக்கு அடிம, ഭർത്താവ് വന്ന് തിന്നുന്നതിന് അടിമ, പുരുഷൻ சாப்பாட்டுக்கு ராமனாக. യേശുവിന്റെ നാമത്തിൽ എല്ലാ ചങ്ങലകളും നുകങ്ങളും ഇന്ന് പകൽ ഓടയട്ടെ. യേശുവിൻ നാമത്തിൽ സകല ചങ്ങലകൾ இந்த കാലവേളയിൽ അഴിയട്ടെ. ജീസസ്. അടിമകളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അടിമകളെ കർത്തർക്ക് பயன்படுத்த முடியாது. ആഹാരത്തിന് പോലും നമ്മൾ അടിമയാകാൻ പാടില്ല. ഉണവുക്ക് கூட நம்ம അടിമയാக கூடாது. പിന്നെ എങ്ങനെ പാപത്തിനും മോഹത്തിനും അടിമയാകാൻ പറ്റും? அப்ப எப்படி பாவ இச்சைகளுக்கு நம்ம அடிமையாக முடியும்? ആഹാരത്തിന് പോലും ഏലിയാവ് അടിമയല്ല. ഉണവുക്ക് கூட എലിയ അടിമ கிடையாது. ബൈബിൾ പറയുന്നു, ബൈബിൾ சொல்லுகிறது, 6 നേരം ഏലിയ 7 നേരം ഒന്നും കാക്ക വന്ന് അവന് ഭക്ഷണം ഡെയിലി കൊടുത്തില്ല. 6-7 நேரம் வந்து காக்கா சாப்பாடு கொடுக்கல. എത്ര നേരം சொல்லுங்க? எவ்வளவு நேரம் கொடுத்தது? 10 നേരം, 2 നേരം. രാവിലെയും വൈകിട്ട് മാത്രമേ ഭക്ഷണം കൊടുത്തുള്ളൂ. காலையிலும் சாயங்காலம் மட்டும்தான் சாப்பாடு നിന്റെ கொடுத்தது. ആഹാരം മാറിയാൽ നിന്റെ ഊഴിയം മാറും. நம்முடைய உணவு மாறட்டும், நம்முடைய ஊழியம் மாறும் இயேசுவின் நாமத்தினால. ട്രാൻസ്ലേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണർവ് മാറിനാ ഊഴിയം മാറും. சொல்லுங்க, உணவு மாறினால் ஊழியம் மாறும். சத்தமா சொல்லுங்க, சத்தமா சொல்லுங்க. உணவு மாறினால் ஊழியம் மாறும். രാവിലെയും വൈകിട്ട് മാത്രം കാക്ക കൊണ്ടുവന്ന് സ്തോത്രവന് ഭക്ഷണം കൊടുത്ത്, காலையிலும் சாயங்காலம் மட்டும் காக்கா வந்து ஆகாரம் கொடுத்தது. ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാ. நான் ஒரு கிராமத்தில் பிறந்து வளர்ந்தவன். എന്റെ കയ്യിൽ നിന്ന് കാക്ക ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ചിട്ടുണ്ട്. என் கையில இருந்து காக்கா பிஸ்கட் നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാക്ക തട്ടിപ്പറിച്ചിട്ടുണ്ടോ? உங்க கையில இருந்து ஏதாவது காக்கா எடுத்திருக்கிறதா? கையை வைத்துங்க. ആ അനുഭവമുള്ളവരെ കരങ്ങൾ அந்த ഉയർത്തി. அனுபவம் உள்ளவங்க கையை வைத்துங்க பார்க்கலாம். കം ഓൺ, വെൽക്കം ടു ദ ക്ലബ്, വെൽക്കം ടു ദ ക്ലബ്. என்னுடைய கிளப்ல உங்களை வரவேற்கிறேன். യെസ്, കാക്ക ആർക്കും കൊടുക്കത്തില്ല, തട്ടി എടുക്കത്തുള്ളൂ. காக்கா யாருக்கும் கொடுக்காது, இருக்கிறத எடுக்க தான் செய்யும். പക്ഷെ ആർക്കും കൊടുക്കാത്ത കാക്ക ഏലിയാവിന് കൊടുത്തു. யாருக்கும் கொடுக்காத காகம் எலியாவுக்கு கொடுத்தது. ആർക്കും തുറക്കാത്ത ഓഫീസ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. யாருக்கும் திறக்காத அலுவலகம் நமக்காய் திறக்கப்படும். ആർക്കും തുറക്കാത്ത വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. யாருக்கும் திறக்காத வாசல் நமக்காய் திறக்கப்படும். ஜீசஸ். ദീർഘദർശനമായി പറയുന്നു, ആരും പറയാത്ത ഒരു സാക്ഷ്യം നീ പറയുവാൻ പോകുകയാണ്. தீர்க்க தரிசனமாய் ஆவியானவர் சொல்கிறார், யாரும் சொல்லாத சாட்சி நீங்கள் சொல்லுவீர்கள். ஆமென். രാവിലെയും വൈകിട്ടും കാക്ക കൊണ്ടുവന്ന് ഇവന് ഭക്ഷണം കൊടുത്തു. காலையிலும் சாயங்காலம் காக்கா ஆகாரம் கொடுக்கிறது. അതെ, വിശ്വാസം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ കരുതലുണ്ട്. விசுவாசம் எங்கே இருக்கிறதோ அங்கே தேவனுடைய பராமரிப்பு. 6 മാസത്തോളം ഏലിയാവ് കെരീത് തോട്ടിൽ പാർത്തു. 6 மாதம் வரைக்கும் எலியா கேரித் ஆற்றில் 6 മാസം തനിക്ക് ദൈവം വിശ്വാസത്തിന്റെ പയിർച്ചി, വിശ്വാസത്തിന്റെ പരിശീലനം ദൈവം കൊടുത്തു. 6 മാസം വരെ വിശ്വാസத்துடைய சோதனை அங்கே நடத்தினார். നിങ്ങളെ ദൈവം ട്രെയിൻ ചെയ്യാണ്, നിങ്ങളെ ചിലരുടെ ദൈവം ട്രെയിൻ ചെയ്യാണ്. ஆண்டவர் நம்மை பழக்க வைக்கிறவராக இருக்கிறார். ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ്. ஆண்டவர் நம்மை பழக்க வைக்கிறவராக இருக்கிறார். ഫെയ്ത്ത് മസിലിനെ ദൈവം ബലപ്പെടുത്തുകയാണ്. ஃபெய்த் என்கிற மசில ஆவியானவர் பலப்படுத்துகிறார் இந்த நாட்களில். കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുക. சிலருடைய விசுவாசத்தை பலப்படுத்துகிறார். കരകളെ തട്ടി, വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന്, കരകളെ തട്ടി. യെസ് യെസ് യെസ്. விசுவாசத்தை பலப்படுத்துகிறார். விசுவாசத்தை பலப்படுத்துகிறார். விசுவாசத்தை பலப்படுத்துகிறார். 6 മാസം കഴിഞ്ഞപ്പോ 6 மாசம் தாண்டினது. കാക്കയുടെ വരവ് നിന്നു. காகம் வருவது நின்றது. തോടിന്റെ ഉറവ വറ്റി. அங்கே இருந்து ஜலம் வற்றினது. അയ്യോ, ആ ഉറവ വറ്റി. அந்த ஆற்றினுடைய தண்ணீர் வற்றினது. അയ്യോ, വറ്റിപ്പോയല്ലോ. ஐயோ வற்றி போச்சுது. കോവിഡിന് മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ വറ്റിപ്പോയി.
കൊറോണക്ക് മുന്നാലോ ഇരുന്നത് ഇപ്പൊ ഒറ്റി പോச்சு. ഒന്ന് മറ്റിയെങ്കിൽ രണ്ടെണ്ണം മുമ്പിൽ തുറക്കാൻ പോവാ. ഒന്ന് വറ്റിനാൽ രണ്ട് നമുക്ക് മുൻപാக திறக்க போகிறது. ആമേൻ. ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ இப்படி வரும்போது ஆவியானவர் என்னோடு கூட பேசினார். പോയി എൻ്റെ ജനത്തോട് പറ, போய் என் ஜனத்தோட பேசு. അവർ പലതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. பலதற்காக காத்திருக்கிறார்கள். അവരുടെ ജീവിതത്തിൽ വറ്റിപ്പോയി, பலது அவருடைய வாழ்க்கையில வறண்டு போனது. എന്നാൽ കെരീത് വറ്റിയെങ്കിൽ, ஆனால் கேரிது வற்றினால் കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും, കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും, കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും, കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും, കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും രണ്ടെണ്ണം തുറക്കാൻ പോവാ. மாவும் எண்ணெயும் குறையாத பாத்திரங்களை அவர் திறக்க போகிறார். மாவும் எண்ணெயும் வற்றாத பாத்திரத்தை திறக்க போகிறார். திறக்க போகிறார். திறக்க போகிறார். കെരീത് വറ്റിയെങ്കിൽ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തുറക്കാൻ പോവാ. கேரிது வற்றினால் കലത്തിലെ മാവും എണ്ണയും തിറക്ക പോകുന്നത്. ആമേൻ. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, ഹൈഫൈ കൊടുത്ത് പറ, രണ്ടെണ്ണം തുറക്കാൻ പോവാ. கையை கொடுத்து அடிச்சு சொல்லுங்க, ரெண்டு திறக்க போகுதுன்னு சொல்லுங்க பார்க்கலாம். கையை தட்டி சொல்லுங்க, ரெண்டு திறக்க போகிறது. In the name of Jesus. ஓ இயேசுவின் நாமத்தினால் ഇരട്ടിയായി തുറക്കാൻ പോവാ. இரண்டு மடங்காய் ஆண்டவர் திறப்பாராக. ஹalleluya. 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 ரெண்டு மடங்காய் திறக்கட்டும். ஜீசஸ். രണ്ട് മടങ്ങായി തുറക്കാൻ പോവാ. രണ്ട് മടങ്ങായി തുറക്കട്ടെ. കാരണം അപ്പച്ചന്റെ പേര് യഹോവ ഈരേ. നമ്മുടെ അപ്പാവുടെ പേര് യഹോവ ഈരേ. അവൻ കരുതുന്നവനാണ്, അവൻ പട്ടിണി കിടുന്നവനല്ല. അവർ നമ്മെ പോഷിக்கிறவர், പട്ടിണി ഇടുகிறவர் അല്ല. ഒരു കഥ പറയട്ടാ, ഞാൻ ഒരു സംഭവം ചൊല്ലട്ടുമാ? എത്ര പേർക്ക് കഥ കേൾക്കണം? എത്ര പേര് സംഭവം കേൾക്കறக்கு ആയത്തமா இருக்கீங்க? ആർക്കും വചനം കേൾക്കണ്ട, എല്ലാത്തിനും സംഭവം കേട്ടാ മതി. എല്ലാവർക്കും പ്രസംഗം കേൾക്കണ്ട, സംഭവം കേട്ടാ മതി. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അർജന്റീനയെ പ്രസംഗിക്കാൻ പോയി. ചില ആണ്ടുകൾക്ക് മുൻപാக അർജന്റീനാവിൽ പ്രസംഗം பண்ண പോനേൻ. അപ്പോൾ അർജന്റീന പ്രസംഗം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉറുഗ്വായ് എന്ന വേറൊരു രാജ്യത്തിലേക്ക് കടന്നു വന്നു. അർജന്റീന പ്രസംഗം பண்ணி 2 വാരം താണ്ടി இன்னொரு നാടുക്ക് പ്രസംഗം பண்ண പോയി. ഉറുഗ്വായ് എന്ന നാട്ടുക്ക് പ്രസംഗം பண்ண. സോ വലിയൊരു ചർച്ച അവിടെയുണ്ട്. അங்கே ഒരു പെരിയ സഭ ഇരുന്നത്. നല്ല മീറ്റിംഗ് നടക്കുകയാണ്, നല്ല ആരാധന നടന്നത്. സോ അവിടുത്തെ മീറ്റിംഗ് ഏകദേശം തീരാറായപ്പോൾ അർജന്റീനക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരികെ വീണ്ടും അർജന്റീനയ്ക്ക് വരണം, ഇവിടെ വലിയൊരു കോൺഫറൻസ് ഉണ്ട്, ആ കോൺഫറൻസിൽ പ്രസംഗിക്കണം. அங்கே ஊழியம் முடிவடைகிறதான நேரத்தில் அர்ஜென்டினாவில் திரும்ப கூப்பிடுறாங்க, நீங்க திரும்ப அர்ஜென்டினாவுக்கு வரணும், அங்கே ஒரு கருத்தரங்க நாங்கள் ஒழுங்குபடுத்துகிறோம், அதில் நீங்கள் பேச வேண்டும். അപ്പോൾ എനിക്ക് വിസ ഇല്ലായിരുന്നു. அப்போ எனக்கு விசா இல்லை. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഹൈ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ പോയാൽ മതി, വിസ കിട്ടും. அவங்க சொல்றாங்க, ഞങ്ങൾക്ക് மிகுந்த ரெக்கமெண்டேஷன் இருக்கிறதுனால நீங்க வந்தா போதும், நமக்கு விசா ரெடி பண்ணிடுறோம். സ്തോത്രം. സോ ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു, രാവിലെ 10 മണിയായപ്പോൾ വിസ കിട്ടി. நான் பாஸ்போர்ட் கொடுத்தேன், 10 மணிக்கு முன்னால எனக்கு கையில விசா கிடைச்சது. ഇന്ന് വൈകിട്ട് അർജന്റീന പ്രസംഗിക്കണം. அன்னைக்கு சாயங்காலம் அர்ஜென்டினாவில் பிரசங்கம். പക്ഷേ ഒരു പ്രശ്നം, രാവിലെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. ஆனா பெரிய ஒரு பிரச்சனை என்னன்னா, காலையில 9 மணிக்காகும் ஃப்ளைட். സോ അന്നത്തെ ഫ്ലൈറ്റ് പോയി. அன்னைக்குள்ள ஃப்ளைட் போச்சு. 9 മണിക്ക് ഫ്ലൈറ്റ് പോയി, 9 മണിക്കുള്ള ഫ്ലൈറ്റ് പോச்சு. 10 മണിക്കാണ് വിസ കിട്ടിയത്. 10 മണിക്ക് വിസ கிடைக்குது. പിന്നെ നാളെ പോകാൻ പറ്റത്തുള്ളൂ. ഇനി നാളെ தான் போக முடியும். ഇന്ന് വൈകിട്ട് അവിടെ മീറ്റിംഗ്, വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുക. பெரிய கூட்டம் இன்னைக்கு சாயங்காலம் அங்க ஒழுங்குபடுத்தி இருக்காங்க. ഞാൻ എൻ്റെ ട്രാൻസ്ലേറ്റർ വിളിച്ച് എയർപോർട്ടിൽ പോയി. நான் என்னுடைய மொழிபெயர்ப்பாளரை கூட்டிக் கொண்டு ஏர்போர்ட்டுக்கு போனேன். അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്തിനാ ചുമ്മാ എയർപോർട്ടിൽ പോകുന്നേ? என்னோட கூட இருந்த அவர் சொன்னார், எதுக்கு சும்மா ஏர்போர்ட்டுக்கு போயிருக்கிறோம். പക്ഷെ ഞങ്ങൾ പോയി ടിക്കറ്റ് കാണിക്കുമ്പോൾ நான் அங்கே போய் டிக்கெட்டை காட்டினதான അവിടെ ഇരുന്നതായ ലേഡി പറഞ്ഞു, സാരല്ല ഇന്നത്തെ ഫ്ലൈറ്റ് പോയി. அந்த லேடி சொன்னாங்க, இன்னைக்குள்ள ஃப்ளைட் போச்சு, പക്ഷെ ഇന്നലത്തെ ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. நேத்தைக்குள்ள ஃப்ளைட் இங்க வந்திருக்கிறதுன்னு சொன்னாங்க. ഇന്നലത്തെ ഫ്ലൈറ്റ് വന്ന അത് എന്തോ കുഴപ്പമായിട്ട് അവിടെ കിടക്കുക. நேத்தைக்கு வந்த ஃப்ளைட் ஏதோ பிரச்சனையா இங்க கிடக்குது. 7-8 എഞ്ചിനീയേഴ്സ് അത് റെക്ടിഫൈ ചെയ്തിട്ടിരിക്കുക. கொஞ்சம் இன்ஜினியர்கள் அதை சரிபடுத்தி கொண்டிருக்கிறார்கள். അവർ പറഞ്ഞു, സോറി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. அவங்க சொன்னாங்க, சார் மன்னிச்சிருங்க, ஒரு 2 மணி நேரம் வெயிட் பண்ணுங்க. 2 മണി കഴിയുമ്പോൾ അത് ശരിയാകും. 2 മണി നേരം ആകുമ്പോൾ അത് ശരിയാകും. എന്നിട്ട് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം, உங்களுக்கு பறந்து போகலாம். ഏകദേശം 2 മിനിറ്റ് ആയപ്പോഴേക്കും സ്തോത്രം അത് അവരെ ഞങ്ങളെ വിളിച്ചു, അകത്തേക്ക് കയറ്റി വിട്ടു. அதே போல 2 மணி நேரம் தாண்டினது எங்களை கூப்பிட்டாங்க, உள்ளே ஏற்றி விட்டாங்க. പ്ലെയിനിൽ കയറുമ്പോഴേക്കും എല്ലാവരും വിമാന ജോലിക്കാരാണ്. அங்க விமானத்துல போகும்போது எல்லாரும் விமானத்துல வேலை பார்க்கிறவர்கள். ഒരു 10-12 പേര് വിമാന ജോലിക്കാരുണ്ട്. அங்க 10-12 பேர் விமானத்துல வேலை செய்கிறாங்க. 2 പാസഞ്ചേഴ്സേ ഉള്ളൂ, 2 യാത്രക്കാരേ ഉള്ളൂ, 2 பேசஞ்சர்ஸே உள்ளு. ബ്രദർ സുരേഷ് ബാബു ട്രാൻസ്ലേറ്റ്, 2 പാസഞ്ചേഴ്സേ ഉള്ളൂ. நாங்க 2 பேர் மட்டும் தான் அதுல இருந்தோம்.
ആമേൻ. ഹല്ലേലൂയ. 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 അപ്പൊ ഇന്നത്തെ പ്ലെയിൻ പോയാൽ സാരമില്ല, ഇന്നലത്തെ പ്ലെയിൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. இன்றைய விமானம் போனால் கவலைப்படாதீங்க, நேற்றைய விமானம் நமக்காய் காத்திருக்கிறது. ஆமென். ஹalleluya. ഞാൻ വിമാനത്തിന് വേണ്ടി കാത്തിരുന്നില്ല, நான் விமானத்துக்காக காத்திருக்கவில்லை, വിമാനം എനിക്ക് വേണ്ടി കാത്തിരുന്നു. விமானம் எனக்காக காத்திருக்கிறது. ஆமென். ஹalleluya. ஹalleluya. ഇസഹാക്ക് ആട്ടുകുട്ടിക്ക് വേണ്ടി കാത്തിരുന്നില്ല, ஈசா ஆட்டுக்குட்டிக்கு காத்திருக்கவில்லை, ആട്ടുംകുട്ടി ஆட்டுக்குட்டி ஈசாக்குக்காக காத்திருக்க செய்கிற யெகோவா ஈரே. നിന്റെ അത്ഭുതം വന്നിട്ടിരിക്കുക. நம்முடைய அற்புதம் வந்து கொண்டிருக்கிறது. ഈ മീറ്റിംഗിന്റെ ഈ അഭിഷേകം നിമിത്തം നിന്റെ അത്ഭുതം, നിന്റെ മറുപടി വന്നിട്ടിരിക്കുക. நம்முடைய இந்த மீட்டிங் முடியும் போது நம்முடைய உத்தரவு, நம்முடைய மறு உத்தரவு வந்திருக்கும். ഹല്ലേലൂയ. ஹalleluya. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, ശബ്ദമാകെ ഹല്ലേലൂയ. 6 മാസം കരീത് കഴിഞ്ഞപ്പോഴേക്കും 6 மாதம் கேரிது சூழ்நிலை மாறின உடனே ദൈവനെ സീദോനിലേക്ക് വിടുകയാണ്. സീദോൻ, ஆண்டவர் அவரை சீதோனுக்கு நேராய் நடத்துகிறார். എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സീദോൻ. எல்லாரும் சத்தமா சொல்லுங்க, சீதோன். സിയോൻ അല്ല, சீயோன் அல்ல, സത്യമാ ചൊല്ലുക. എന്താ സീദോന്റെ പ്രത്യേകത? சீதோனுடைய ஸ்பெஷல் என்ன? സീദോനിൽ നിന്നാണ് ഇസബേലും ബാലും ഇറങ്ങി വന്നത്. சீதோனிலிருந்து தான் பாகாலும் ஏசபேலும் வந்தார்கள். ബാലിന്റെ ഹെഡ്ക്വാർട്ടർ വന്ന് സീദോനാണ്. பாகாலுடைய தலைமையிடம் சீதோனாக இருந்தது. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായ? உங்களுக்கு ஒரு காரியம் புரிகிறதா? ബാലിന്റെ ഹെഡ്ക്വാർട്ടർ തകർക്കാൻ ദൈവം സ്തോത്രം ട്രെയിൻഡ് ഏലിയാവിനെയാണ് അങ്ങോട്ട് അയച്ചത്. பாகாலுடைய தலைமை பீடத்தை தகர்ப்பதற்காக ஆண்டவர் ஏலியாவை அங்கே அனுப்புகிறார். ട്രെയിൻ ചെയ്യപ്പെട്ട ഏലിയാവിനെ ബാലിന്റെ ഹെഡ്ക്വാർട്ടർ തകർക്കാൻ ദൈവം പറഞ്ഞയച്ചു. உருவாக்கப்பட்ட எலியாவாக பாகாலுடைய தலைமை பீடத்தை தகர்ப்பதற்கு அங்கே அனுப்புகிறார். ആമേൻ. ஆமென். ബാൽ എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തി, பாகால் என்பது ஒரு பிசாசுடைய வல்லமை. ഇസബേൽ എന്ന് പറയുന്ന ഒരു സെഡ്യൂസിങ് സ്പിരിറ്റ്, ഒരു വശീകരണ പിശാച്. இந்த ஏசபேல் என்கிறது ஒரு வசீகரத்தின் ஆவி. അവള് സ്തോത്രം ഏത് അഭിഷേകത്തിനെ കണ്ടാലും വശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വശീകരണ ആത്മാവാണ്, ഒരു വ്യഭിചാരാത്മാവാണ് സ്തോത്രം ഇസബേലിന്റെ ആത്മാവ്. எந்த அபிஷேகம் பெற்றவரை பார்த்தாலும் விபச்சாரத்திலே விழத்தள்ளுகிற ஒரு வசீகரத்தின் ஆவிதான் ஏசபேலின் ஆவி. സോ അവിടേക്കാണ് ഏലിയാവ്. അതിനെ തകർക്കാനാ ഇപ്പോൾ സീദോനിലേക്ക് ഏലിയാവ് പോയിരിക്കുന്നത്. அந்த ആവിയെ തകർப்பதற்காக தான் இப்ப ஆண்டவர் சீதோனுக்கு நேராக எலியாவை நடத்துகிறார். അപ്പൊ ഞാൻ എൻ്റെ കേരള ബുദ്ധിയിൽ വിചാരിച്ചു, நான் என்னுடைய கேரள புத்தியில இப்படி நினைத்தேன், ഈ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത ഒരു YMCAയിലായിരിക്കും ഏലിയാവ് താമസിക്കാൻ പോകുന്നത്. இந்த பெண்கள் ஒன்றும் இல்லாத ஒரு YMCAலயாக்கும் எலியா வாசம் பண்ண போகிறார். ഒരു മെൻസ് ഹോസ്റ്റലിലായിരിക്കും ഏലിയാവ് താമസിക്കാൻ പോകുന്നത്. ஒரு மென்ஸ் ஹாஸ்டல்லையாக்கும் இப்ப எலியா வாழ போகிறாருன்னு நினைச்சேன். കാരണം ഇസബേലിയ ശക്തിയെ പൂട്ടണമല്ലോ. കാരണം യേശവേലുடைய വല്ലമകളെ നിർമ്മൂലമാക്കണം இல்லையா? ആഹാബിനെ ബാലിന്റെ ശക്തിയെ തകർക്കണമല്ലോ. அந்த பாகாலுடைய வல்லமைகளை நிர்மூலமாக்கணும் இல்லையா? അപ്പൊ പെണ്ണുങ്ങളില്ലാത്ത പഞ്ചായത്തിലായിരിക്കും വേനെ താമസിപ്പിക്കുന്നത്. அப்ப எலியாவை பெண்கள் இல்லாத பஞ்சாயத்துல தான் கொண்டு விடுவார்னு நான் நினைச்சேன். എന്നാൽ അതങ്ങനെയല്ല ദൈവം ചെയ്തേ. ஆனால் கர்த்தர் அப்படி எல்லாம் நடத்தினார். ദൈവം ഒരു വിധവയുടെ വീട്ടിലാണ് കൊണ്ടുവന്ന് പാർപ്പിച്ചത്. கர்த்தர் ஒரு விதவைக்கு வீட்டிலேயே எலியாவை கொண்டு வந்து விட்டார். ஆமென். 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 ஜீசஸ். ആ വിധവ എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത, പല്ലെല്ലാം പൊഴിഞ്ഞ, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വളഞ്ഞിരിക്കുന്ന ഒരു അമ്മച്ചിയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. நீங்க விதவைன்னு சொன்ன உடனே கண்ணு காதான்னு பார்க்க முடியாம ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വളയുന്നിരിക്കുന്ന ഒരു പാട്ടി, കേൾവിക്കുറി പോലെ വളഞ്ഞിരിക്കുന്ന ഒരു അമ്മച്ചിയല്ല ആ വിധവ. കേൾവിക്കുറി പോലെ വളയുന്നിരിക്കുന്ന ഒരു പാട്ടിയല്ല அந்த വിധவை. അവളുടെ മകൻ വന്നിട്ട് തീരെ പ്രായം കുറവാണ്. அவருடைய மகன் சின்ன பையன். ആ ചെറുക്കന് ഒരു 10 വയസ്സെന്ന് വെച്ചോ. அந்த பையனுக்கு ஒரு 10 வயசுன்னு வெச்சுக்கோங்க. അന്ന് 16-17 വയസ്സിൽ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കും. அன்னைக்கு 16-17 வயசுல பெண்களுக்கு திருமணமாக்கி விடும். മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് വഴക്കുണ്ടാക്കല്, അന്നത്തെ കാര്യമാണ് പറഞ്ഞത്. மீட்டிங் முடிஞ்ச உடனே நீங்க யாரும் சண்டைக்கு வந்துடக்கூடாது.
ആ അന്നത്തെ കാര്യമാണ് പറയുന്നത്. அன்னைக்குள்ள காரியத்தை അന്ന് சொன்னேன். 16-17 വയസ്സാകുമ്പോൾ കെട്ടിക്കൊടുക്കും. அன்னைக்கு 16-17 வயசுல திருமணம் பண்ணிடுவோம். മറിയ യോസേഫിനെ കെട്ടിയപ്പോൾ ഒരു 17 വയസ്സായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. சரித்திரம் சொல்லுகிறது யோசேப்பு மரியாளுக்கு திருமணம் பண்ணும்போது மரியாளுக்கு 17 வயசுன்னு சொல்லி. കാത്തിരുന്നാട്ടെ, അധികം കാത്തിരിക്കുന്നത് അധികം മഹിമൈ. அதிகம் காத்திருங்க, அதிகம் காத்திருக்கிறது அதிகம் மகிமை. സോ അന്ന് ആ വിധവയ്ക്ക് ഒരു 17 വയസ്സോ 18 വയസ്സായപ്പോൾ അവക്ക് കല്യാണം കഴിഞ്ഞു കാണും. அந்த விதவைக்கு 17-18 வயசுல திருமணம் ஆயிருக்கும். ഓ ഇപ്പൊ ആ ചെറുക്കൻ ഒരു 10 വയസ്സ്, அந்த பிள்ளைக்கு ஒரு 10 வயசு, മാക്സിമം അവക്ക് ഒരു 30 വയസ്സ്, அதிகபட்சமா ஒரு 30 வயசு தான் இருக்கும். ചൊല്ലുങ്ക ആമേൻ, சொல்லுங்க ஒரு ஆமென். സോ അങ്ങനെയുള്ള വിധവയുടെ അടുത്താണ് എലിയാവിനെ ദൈവം പറഞ്ഞയച്ചത്. அப்படிப்பட்ட ஒரு விதவைக்கு வீட்டிலேயாக ஆண்டவர் எலியாவை அனுப்புகிறார். പാപം ചെയ്യാൻ എല്ലാ സാധ്യത ഉള്ളിടത്താണ് ഇവനെ പറഞ്ഞയച്ചത്. பாவம் செய்வதற்கு எல்லா வாய்ப்புகளும் உள்ள இடத்துல தான் கர்த்தர் எலியாவை அனுப்புகிறார். ஐயோ இப்ப பாவம் செய்ய பற்றத்தில்லை, எல்லாரும் நம்ம பார்த்துட்டே இருக்காங்க. இப்ப பாவம் செய்யவே முடியாது. பாவம் சிந்திக்கலாம், ஆனா இப்ப பாவம் செய்ய முடியாது. பாருங்க, 1 2 கேமரா இருக்காங்க, நிறைய ஆட்கள் இருக்காங்க, எல்லாரும் நோக்கிட்டு இருக்கும்போது இப்ப பாவம் செய்ய பற்றத்தில்லை. எல்லாரும் பார்த்துட்டு இருக்குது, கேமரா இருக்குது, அதனால இப்ப பாவம் செய்ய முடியாது. எல்லாரும் നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാപം ചെയ്യാത്തതല്ല വിശുദ്ധി. எல்லாரும் பார்த்து கொண்டிருக்கும் போது பாவம் செய்யாமல் இருக்கிறது அல்ல பரிசுத்தம். ஆமென். 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 എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാപം ചെയ്യാത്തതല്ല വിശുദ്ധി. எல்லாரும் பார்த்து கொண்டிருக்கும் போது பாவம் செய்யாமல் இருப்பது அல்ல பரிசுத்தம். പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നതിന്റെ പേരാണ് വിശുദ്ധി. பாவம் செய்வதற்கு வாய்ப்பு இருக்கிறதான நேரத்திலேயும் பாவம் செய்யாமல் இருக்கிறதுக்கு பேர் தான் பரிசுத்தம். ஆமென். 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 ബൈബിൾ പറയുന്നു 3 വർഷം ഇവൻ ചെന്ന സാരഫാത്ത് വിധവയുടെ കൂടെ താമസിച്ചു. பைபிள் சொல்கிறது 3 ஆண்டுகள் அந்த விதவையோட வீட்டிலே தங்கி இருந்தார். 2 പേരെ തൊട്ട് പറ 3 ആണ്ട് താമസിച്ചു. 2 பேரை பார்த்து சொல்லுங்க, 3 வருஷம் தங்கி இருந்தார். 2 பேரை தொட்டு சொல்லுங்க, 3 வருஷம் தங்கி இருந்தார். 3 വർഷം சொல்லுங்க. വെള്ളി ശനി ഞായർ 3 നാൾക്കല്ല താമസിച്ചേ. 3 നാൾ അല്ല, 3 வருஷம். 3 ദിവസത്തെ കൺവെൻഷൻ അല്ല അവിടെ നടന്നേ. அங்க 3 நாள் கன்வென்ஷன் அல்ல நடந்தது. 3 വർഷത്തെ പ്രാർത്ഥന അവിടെ നടന്നേ. அங்கே 3 ஆண்டு ஜெபமாக்கு அங்கே நடந்தது. ஆமென். ஜீசஸ் 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 ஜீசஸ். 6 മാസത്തെ പ്രാർത്ഥന തോട്ടിന്റെ കരയിൽ നടന്നു. 6 மாத ஜெபம் கேரித் ஆற்றங்கரையில் நடந்தது. 3 വർഷത്തെ പ്രാർത്ഥന വീട്ടിൽ നടന്നു. 3 ஆண்டு ஜெபம் வீட்டிலே நடந்தது. രാവിലെ എണീക്കുമ്പോ ഏലിയാവ് ഗുഡ് മോർണിംഗ് സിസ്റ്റർ. காலையில எழும்பும்போது குட் மார்னிங் சிஸ்டர் சொல்லிருப்பாரு. ബ്രേക്ക്ഫാസ്റ്റ് என்ன இருக்கு? பிரேக்ஃபாஸ்ட் என்ன இருக்கு? ചായ ഉണ്ടാ, കാപ്പി ഉണ്ടാ, ചായ ഉണ്ട, കാഫി ഉണ്ട, പുട്ടുണ്ടാ, ദോശയുണ്ടാ, പുട്ടുണ്ട്, ദോശ ഉണ്ട്, 24 ഇഡലി ഉണ്ടാ, 24 ഇഡ്ഡലി ഉണ്ട്. അവളുടെ അടുത്ത് അവൻ സംസാരിച്ചേ ഇല്ല. அவர் அப்படி ஒன்றும் கேட்கல. അവൻ ദൈവത്തോട് സംസാരിച്ചിരുന്നു. அவர் ஆண்டவரோடு பேசினார். 3 வருஷம் ஆண்டவரோடு பேசினார். ஆண்டவரோடு பேசினார். ஆமென். 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 ஜீசஸ் ஜீசஸ். ஹalleluya. 3 വർഷം അവൻ ദൈവത്തോട് സംസാരിച്ചിട്ടിരുന്നപ്പോ 3 ആണ്ടുകൾ தேவனோடு பேச தொடங்கின போது ബാല് കെട്ടപ്പെട്ടു, ബാല് ബന്ധിക്കപ്പെട്ടു. பாகால் கட்டப்பட்டானங்க. பாகால் கட்டப்பட்டானங்க. எஸ். ஹalleluya. വേർക്കളമ്പി, കുലശേഖരം, സാമ്യാർ മഠം, അഴകിയ മണ്ഡപം, തക്കല, നാഗർകോയില്, മാർത്താണ്ട്, ഊര് ചുറ്റുമുള്ള സകല പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. கரங்களை தட்டி இயேசுவின் நாமத்தினால் கட்டப்படட்டும். அவன் கட்டப்படட்டும் இயேசுவின் நாமத்தினால். தீபாராதன தூராபால கபாரியாராதன. ശത്രുവേ അണ്ടർ അറസ്റ്റ് യേശുവിന്റെ നാമത്തില്. சாத்தானே நீ கைது செய்யப்பட்டு விட்டாய் இயேசுவின் நாமத்தில். ദുരാത്മാക്കളെ അണ്ടർ അറസ്റ്റ് യേശുവിന്റെ നാമത്തില്. துஷ்ட ஆவிகளே இயேசுவின் நாமத்தில் கைது செய்யப்படுகிறீர்கள்.
Jesus name, Jesus name. യെസ് ആ മിഷൻ സക്സസ് ആയി, அந்த ப்ராஜெக்ட் வெற்றிகரமானது, ആ പ്രാർത്ഥന സക്സസ് ആയി, அந்த ஜெபம் வெற்றிகரமானது. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ആ ചെറുക്കൻ മരിച്ചത്. அந்த சோதனை நாளில் தான் அந்த பிள்ளை மரித்தது. ആ ടെസ്റ്റ് ജയിച്ചത് കൊണ്ടാണ് ആ കൊച്ചു മരിച്ചത്. அந்த சோதனையில் வெற்றி பெற்றதுனால தான் அந்த பிள்ளை இறந்தது. ചില ടെസ്റ്റ് വരുന്നത് നീ ആരെന്ന് തെളിയിക്കാനാ. சில டெஸ்ட் வர்றது நாம் யார் என்பதை உறுதிப்படுத்த. சோதனை நம்மை உறுதிப்படுத்தது. Yes. ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നവൻ ആരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ ആ ശോധന വന്നത്. இங்க வீட்டில் வந்து வாழுகிறவர் யார் என்பதை உறுதிப்படுத்ததான் அந்த சோதனை வந்தது. ലേഡി, നിന്റെ വീട്ടിൽ ആരാ താമസിക്കുന്നത് 3 വർഷമായിട്ട്? சகோதரி, உங்க வீட்டுல 3 வருஷமா வாழ்றது யாரு? ആരെന്നറിയത്തില്ല. എപ്പ பார்த்தாலும் പ്രാർത്ഥന, ഉറക്കമേ ഇല്ല, എപ്പോഴും പ്രാർത്ഥന. யாருன்னு தெரியாது, எப்ப பார்த்தாலும் தூக்கம் கிடையாது, ஜெபம். പക്ഷെ ഒരു ദിവസം ചെറുക്കൻ അനക്കമില്ലാതായി. ஆனால் ஒரு நாள் பிள்ளை மரிച്ചു போனது. പിള്ളை മരിച്ചപ്പോഴേക്കും അവൾ ഓടി വന്ന് പറയുന്നു, ദൈവദാസനേ, ஓடி வந்து கூப்பிடுற, தெய்வ மனுஷனே, ബോയ് ഫ്രണ്ടേ എന്നല്ല അവള് വിളിച്ച. ஏய் ஆண் நண்பனே என்று அல்ல அவர்கள் கூப்பிட்டாள், தேவ மனுஷனே என்று கூப்பிட்டாள். ദൈവദാസനേ, தேவ மனுஷனே. ഉറങ്ങിയിരുന്ന ആന്റി ഇപ്പഴാ കണ്ണു പറഞ്ഞേ. தூங்கின ஆண்டி இப்போ கண்ணு திறந்தாங்க. ആ ബോയ് ഫ്രണ്ട് എന്ന് കേട്ടപ്പോൾ ആന്റി ഞെട്ടി കണ്ണു പറഞ്ഞേ. ദൈവദാസനേ, தேவ மனுஷனே, നീ എന്റെ പാപത്തെ ഓർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. என்னுடைய பாவத்தை நிவர்த்தி செய்யவா வந்தாய்? വീട്ടിൽ പോയി വായിച്ചു നോക്ക്. അങ്ങനെയാ സർവത്തിലെ വിധവ ചോദിച്ചേ. வீட்டுல போய் வாசித்து பாருங்கள், அப்படிதான் சாய்பா தூதர் നീ എന്റെ പാപത്തെ ഓർപ്പിക്കാൻ വന്നിരിക്കുന്നു. என்னுடைய பாவத்தை நிவர்த்தி செய்வதற்கா வந்தாய்? മകനെ സാഗ பண்ணவர், നീ എന്റെ പാപത്തെ ഓർപ്പിക്കാൻ വേണ്ടി பாவத்தை நினைவு கூறவா வந்தாய்? ആരാ പാപത്തെ ഓർപ്പിക്കുന്നേ? யார் பாவத்தை வெளிப்படுத்துகிறது? சொல்லுங்க. പാപത്തെ ഓർപ്പിക്കുന്നവൻ ആരാ? அக்கிரமத்தை நினைக்க பண்ணுகிறது யார்? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാവിയാനവൻ. ഏലിയ വന്ന വീട്ടിൽ താമസിച്ചപ്പോ പരിശുദ്ധാത്മാവ് വന്ന് താമസിച്ച എങ്ങനെ ഇരിക്കും, അതുപോലെ ഏലിയ താമസിച്ചു. ஏலியா அந்த வீட்டில் இருந்த போது ஆவியானவர் ஒரு வீட்டில் வந்தா எப்படி இருந்ததோ அப்படிதான் அங்கே இருந்திருக்கிறது. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, ഇനി അത് വിളക്കുവதற்கு നേരമില്ല. നീ സഞ്ചരിക്കുമ്പോ, நாம் வாழும்போது, നീ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോ, நாம் ஒரு இடத்திலே வாழும்போது, നീ ശുശ്രൂഷിക്കുമ്പോ, ஊழியம் செய்யும்போது പരിശുദ്ധാത്മാവ് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കണം. ஆவியானவர் எப்படி இருக்கிறாரோ அப்படி இருப்பதாக. 3 വർഷം അങ്ങനെയാണ് അവൻ ഇവിടെ താമസിച്ചത്. 3 ஆண்டுகள் அப்படித்தான் அங்கே இருந்தார். എലിയാവ് എന്തോ വിശുദ്ധനായിരുന്നറിയോ? எப்படிப்பட்ட பரிசுத்தர் தெரியுமா? യെസ്. സോ രണ്ടാമത്തെ സ്ഥലം സീദോൻ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഹോളിനെസ്. അതൊരു വിശുദ്ധിയുടെ സ്ഥലം. சீதோன் என்பது பரிசுத்தத்தின் இடம். യാ. കരീത് എന്നത് വിശ്വാസത്തിന്റെ സ്ഥലം. கேரீத் என்பது விசுவாசத்துடைய இடம். സീദോൻ എന്ന് പറയുന്ന വിശുദ്ധിയുടെ സ്ഥലം. சீதோன் என்பது பரிசுத்தத்துடைய இடம். ഒരു കാര്യം കൂടെ പറയട്ടാ. ஒரு காரியம் கூட சொல்லுகிறேன். വിശക്കുന്നോ? பசிக்குதா? വിശക്കുന്നോ? இல்லை. വിശക്കുന്നോ? இல்லையா? ആ, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് തന്നെ ഒന്ന് പറയുന്ന കരങ്ങളെ ചലിപ്പിച്ചേ. ആ, താങ്ക് യു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ 1/2 മണിക്കൂർ ചോദിച്ചാനേ. സോ നമുക്ക് പെട്ടെന്ന് നിർത്താം. சீக்கிரமாய் முடிக்கிறேன். ഏലിയാവ് അവിടെ വന്ന് വിശുദ്ധിയിൽ ജീവിച്ചു. எலியா பரிசுத்தத்தில் வாழ்ந்தார். രണ്ടുപേരെ തൊട്ട് പറ, ഏലിയ വിശുദ്ധനായിരുന്നു. പെട്ടെന്ന് 2 பேர் தொட்டு சொல்லுங்கள், எலியா பரிசுத்தவானா இருந்தார். മുഖത്തോക്കി പറ, കള്ളന്മാരും കള്ളികളും മുഖത്തോക്കത്തില്ല, മുഖത്തോക്കി പറ, ഏലിയ വിശുദ്ധനായിരുന്നു. திருடனும் திருடிதான் முகம் பார்க்க மாட்டாங்க, முகத்தை பார்த்து சொல்லுங்க எலியா பரிசுத்தம் உள்ளவர் என்று. ഏലിയ വിശുദ്ധനായിരുന്നു. ഏലിയ പരിശുദ്ധമുള്ളവരായി. ഏലിയാവിന്റെ വിശുദ്ധി കാണണമെങ്കിൽ എലീശായുടെ വിശുദ്ധി നോക്കിയാൽ മതി. ഏലിയാവുടെ പരിശുദ്ധം பார்க்க வேண்டுமேயானால் எலிசாவுடைய பரிசுத்தத்தை கண்டாலே தெரியும். ഒരു ക്ലാസ്സിൽ ഒരു ചെറുക്കൻ വന്ന് വായ പയം എന്ന് പറയുന്നുണ്ടായിരുന്നു. ஒரு വകുപ്പറയിல ஒரு பையன் வந்து வாழ பழம் என்று சொல்லுவான். വായ, வாழ, வாய, പയം, பயம் என்று சொல்லுவான். മലയാളത്തിൽ, തമിഴിലത് വരാതെ, മലയാളത്തിൽ താൻ വരും. അപ്പൊ സാറ് പറഞ്ഞു, നിന്റെ അപ്പനെ വിളിച്ചിട്ട് വാ. സാറ് சொன்னாரு, உங்க அப்பா கூட்டு வாடான்னு. നിങ്ങളുടെ മോൻ വന്നിട്ട്, സാറ് പറഞ്ഞു, നിങ്ങളുടെ മോൻ വന്ന് വായ
പയം എന്നാണ് പറയുന്നത്. உங்க மகன் இப்படி சொல்றான்னு சொல்லிட்டு சார் அப்பாவுக்கு சொல்லி கொடுக்கறாரு. അപ്പോൾ അപ്പ പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ തയക്കവും ഭയക്കവും അങ്ങനെയാണ്. எங்க வீட்டுடைய பழக்கமும் வழக்கமும் இப்படிதான் சொன்னாங்க. അപ്പ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും പിള്ളേർ ഇരിക്കുന്നത്. தகப்பன் எப்படி இருப்பாரோ அப்படிதான் மக்கள் இருப்பாங்க. ഏലിയാവ് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും എലീശ ഇരിക്കുന്നത്. எலியா எப்படி இருப்பாரோ அப்படிதான் எலிசா இருப்பாரு. ഏലിയാവ് ആവശ്യമില്ലാതെ ആ പെണ്ണുപിള്ളയുടെ സംസാരിക്കാനൊന്നും പോയില്ല. எலியா தேவையில்லாம அங்க பிள்ளைகள்ட்ட எல்லாம் பேச போகல. 3 വർഷം താമസിച്ചു. 3 வருஷம் அந்த வீட்டுல இருந்தா. ആവശ്യമില്ലാതെ ഒരു പ്രാവശ്യം പോലും ഏലിയാവ് സംസാരിച്ചില്ല. அவசியம் இல்லாம ஒரு முறை கூட எலியா பேசல. അത് തന്നെ എലീശായിൽ നമുക്ക് കാണാൻ പറ്റും. அதைத்தான் நம்ம எலிசாவிலையும் பார்க்க முடியும். 2 രാജാക്കന്മാർ 4-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 2 ராஜாக்கள் 4வது அதிகாரத்திலே வீட்டிலே போய் வாசித்து பாருங்கள். ഇപ്പൊ വായിക്കല് 2 രാജാക്കന്മാർ 4 വീട്ടിൽ പോയി വായിക്കുക. இப்போ வாசிக்க கூடாது, வீட்டிலே போய் வாசிங்க. എലീശ ശൂന്യക്കാരത്തിയുടെ വീട്ടിൽ വന്നു. சூனேமியாளுடைய வீட்டுக்கு வருகிறார். എലീശ ശൂന്യക്കാരത്തിയുടെ വീട്ടിൽ വന്നപ്പോ എലീശയ്ക്ക് ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അവന്റെ പേര് ഗേഹസി. எலிசாவுக்கு ஒரு உதவி ஊழியக்காரர் இருந்தார், அவருடைய பேர் கேயாசி. നിങ്ങൾക്ക് അറിയാലോ ഗേഹസി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നു. 2 பேரும் சேர்ந்து வந்தாங்க. ഒരുമിച്ച് വന്ന് പല പ്രാവശ്യം അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. பல முறை அந்த வீட்டில் வந்து சாப்பிட்டார்கள். പല പ്രാവശ്യം ഭക്ഷണം കഴിച്ചു. பல முறை சாப்பிட்டார்கள். എലീശ ഇപ്രകാരം ഗേഹസിയോട് ചോദിക്കുന്നു. எலிசா இப்படியாக கேயாசியோட கேட்கிறார், ഈ ശൂന്യക്കാരത്തെ നമുക്ക് നല്ല ചാപ്പാട് തരുന്നു, இந்த சூனேமியாள் நமக்கு நல்ல சாப்பாடு നല്ല கொடுக்கிறார், റൂമെല്ലാം ഒരുക്കിയിരിക്കുന്നു, நல்ல அறையெல்லாம் ஆயத்தமாக்கி தந்திருக்கிறார். രാജാവിനോടോ സൈന്യാധിപനോടോ എന്തെങ്കിലും ഒക്കെ വേണ്ടി പറയേണ്ടതായിട്ടുണ്ടോ? அவளுக்கு தேவையாக யாரிடத்திலே அது பேச வேண்டியது உண்டா என்று கேள். അപ്പോഴേക്കും ഗേഹസി പറഞ്ഞു, அப்பொழுது கேயாசி சொல்லுகிறான், അവൾക്ക് പിള്ളേരില്ല, அவளுக்கு பிள்ளைகள் இல்லை, അവളെ ഭർത്താവ് വന്ന് വളരെ വയസ്സായവനാണ്, புருஷனுக்கும் மிகுந்த வயதாகிவிட்டது. അപ്പോൾ മനസ്സിലായല്ലോ. ഏലിയാവ് വന്ന് കഴുകനെ പോലെ മേലെ നോക്കി, ഗേഹസി വന്ന് കോഴിയെ പോലെ താഴോട്ട് നോക്കി. எலியா வந்து கழுகை போல மேலே பார்த்தார், எலிசா கேயாசியை போல கீழே பார்த்தார். നിങ്ങൾക്ക് മനസ്സിലായില്ല? உங்களுக்கு புரியல? ഗേഹസി വീട്ടിൽ വന്ന സിസ്റ്റർ சிஸ்டர் கேயாசி வீட்டுக்கு வந்தா கூப்பிடுவார், சிஸ்டர். വീട്ടിൽ ആരൊക്കെ ഉണ്ട്? வீட்டில் யாரெல்லாம் உண்டு? ഓ ഭർത്താവുണ്ടോ? ஓ உங்க புருஷன் உண்டா? എപ്പോ കല്യാണം കഴിഞ്ഞു? கல்யாணம் எப்போ நடந்து? ഓ 92 കല്യാണം കഴിഞ്ഞാ? ஓ 92 கல்யாணம் ஆயிட்டா? എത്ര മക്കളുണ്ട്? எத்தனை பிள்ளைகள் உண்டு? അയ്യോ പിള്ളേരില്ലയോ? ஐயோ பிள்ளைகள் இல்லையோ? ആരുടെ കുഴപ്പം? அது யாருக்கு பிரச்சனை? നിന്റെ കുഴപ്പം? அது உங்க பிரச்சனை. ഭർത്താവിന്റെ കുഴപ്പം? அல்ல புருஷனுக்கு பிரச்சனை. കല്യാണം കഴിപ്പിച്ച പാസ്റ്ററിന്റെ കുഴപ്പം? அல்ல கட்டில் நடத்தி வச்ச பாஸ்டருக்கு பிரச்சனையா? ആരെ കുഴപ്പം? ஐயோ பிரச்சனை யாருக்கு பிரச்சனை? ഫസ്റ്റ് ഡേ തന്നെ അവനെല്ലാം സ്കാൻ ചെയ്യും. அந்த கேயாசி முதல் நாளிலே எல்லா லிஸ்டையும் கையில் எடுத்துருவான். അതാണ് കോഴി. அவன் கீழே பார்க்குற கோழியை போல. കോഴി എപ്പോഴും താഴോട്ട് നോക്കിയിരിക്കും. அவன் கீழே பார்க்குற கோழியை போல. കൊക്ക 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 കോഴി എപ്പോഴും താഴോട്ട് നോക്കിയിരിക്കും. கோழி எப்பவும் கீழே பார்த்துட்டு എന്നാൽ നീ ഒരു കോഴി ക്രിസ്ത്യാനി ആകല്ല. ஒரு கோழி கிறிஸ்தவனா இருக்க கூடாது. നീ ഒരു കഴുകൻ ക്രിസ്ത്യാനി ആയിരിക്കണം. ஒரு கழுகு கிறிஸ்தவனா இருக்கணும். கழுகு கிறிஸ்தவனா இருக்கணும். ஆமென். പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിപ്പാൻ, பரிசுத்தாவியானவர் நம்மை பயன்படுத்த, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, அவசியமுள்ளது மட்டும் பேசுங்கள், ആവശ്യമുള്ളിടത്ത് മാത്രം ഫോണിൽ സംസാരിക്കുക, அவசியமுள்ள இடத்தில் மட்டும் பேசுங்கள். ഇതല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. இது அல்ல நம்மை நடத்த வேண்டியது. ഇതിനെ നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. இதை நம்ம நடத்தணும். ആമേൻ. ஆமென். അതാണ് ഏലിയാവും എലീശായും. அதுதான் எலியாவும் எலிசாவும். രണ്ടുപേരെ തൊട്ട് പറ, ആവശ്യമില്ലാതെ വാ തുറക്കത്തില്ല. പെട്ടെന്ന് പറ. சொல்லுங்க, அவசியம் இல்லாம வாய் திறக்க கூடாது. 2 பேரை பார்த்து சொல்லுங்க, அவசியம் இல்லாம வாய் திறக்க கூடாது. ചില അക്കമാരുണ്ട് വാ അടയ്ക്കത്തില്ല. சில சகோதரிகள் உண்டு, வாயை பூட்டவே மாட்டாங்க. വാ അടയ്ക്കത്തില്ല, എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും. எப்பவும் திறந்து தான் இருக்கும், வாயை பூட்ட மாட்டாங்க. പക്ഷെ ഏലിയാവ് അങ്ങനെയല്ല. ஆனா எலியா அப்படி கிடையாது. എലീശ അങ്ങനെയല്ല. எலிசா அப்படி கிடையாது. ആവശ്യത്തിനെ അവർ സംസാരിക്കത്തുള്ളൂ. தேவைக்கு மட்டும்தான் பேசுவாங்க. പറയുന്ന മനസ്സിലാവുന്നോ? நான் பேசுறது புரியுதா? കറക്റ്റാ? சரிதானா? കറക്റ്റാ? சரிதானா? കാരണം ഏലിയാവ് is a man of prayer. எலியா ஜெபிக்கிற மனிதன். 3 വർഷം
3 வருஷம் ஜெபிச்சார். ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ വീട്ടിലിരുന്ന് அந்த வீட்டிலிருந்து தேவ சமூகத்திலே ஜெபித்தார். 6 മാസം തോട്ടിന്റെ കരയെന്ന് പ്രാർത്ഥിച്ചു. 6 மாதம் கேரிட்டாற்றண்டலே இருந்து 6 ஜெபித்தார். മാസം തോട്ടിൻകരയിൽ പ്രാർത്ഥിച്ചു. 6 மாதம் ஆற்றங்கரையிலே ஜெபித்தார். 3 മാസം ആ വീട്ടിൽ സീദോനിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. 3 வருஷம் வீட்டிலே சீதோனிலே இருந்து 6 ஜெபித்தார். മാസം കെരീതി പ്രാർത്ഥിച്ചു. 6 மாதம் கேரிட்டில் ஜெபித்தார். 3 വർഷം സീദോനിൽ പ്രാർത്ഥിച്ചു. 3 வருஷம் சீதோனில் ஜெபித்தார். മൂന്നാമത്തെ സ്ഥലം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 3வது இடத்தை சொல்லி நான் முடிக்கிறேன். 3.5 മിനിറ്റ് കർമ്മേലിൽ പ്രാർത്ഥിച്ചു. 3.5 நிமிடம் கர்மேல் மலையில் ஜெபிச்சார். ஹalleluya, ஹalleluya. 6 മാസം കെരീതിൽ പ്രാർത്ഥിച്ചു. 6 மாதம் கேரிட்டாற்றண்டலே ஜெபித்தார். 3 വർഷം സീദോനിൽ പ്രാർത്ഥിച്ചു. 3 ஆண்டுகள் சீதோனில் ஜெபித்தார். പക്ഷെ ഒരു കർമ്മേൽ നിനക്കുണ്ട്. ஒரு கர்மேல் நமக்கு உண்டு. ഒരു കർമ്മേൽ നമുക്കുണ്ട്. ഒരു കർമേൽ നമുക്കുണ്ട്. ഭോജനയാഗം കഴിക്കേണ്ട നേരമായപ്പോൾ ഏലിയ പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അന്തി ബലി செலுத்த வேண்டிய நேரத்தில் அவர் ஜெபித்தார் என்று பைபிள் சொல்லுகிறது. മീൽ ഓഫറിംഗ് ഭോജനയാഗം കഴിക്കേണ്ട നേരമായപ്പോൾ അന്തി ബലി செலுத்துகிற நேரத்தில் ஜெபித்தார். യഹൂദ തൽമൂദ് പറയുന്നു, ചരിത്രം പറയുന്നു, യൂദ ചരിത്രം சொல்லுகிறது 3.5 മിനിറ്റ് പ്രാർത്ഥനയാണ് അന്ത്യബലി പ്രാർത്ഥന, ഭോജനയാഗത്തിന്റെ പ്രാർത്ഥന. 3.5 நிமிடம் தான் அந்தி பலியுடைய ஜெப நேரம் என்று. വളരെ ശ്രദ്ധിക്കുക. நல்ல கவனியுங்கள். 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. 3.5 ஆண்டுகள் ரகசியமாக ஜெபித்தார். 3.5 മിനിറ്റ് പരസ്യത്തിൽ പ്രാർത്ഥിച്ചു. 3.5 நிமிடம் வெளியரங்கமாக ஜெபித்தார். ചില ആൾക്കാർ പരസ്യത്തിൽ അങ്ങ് പ്രാർത്ഥിക്കും. ചിലർ வெளியரங்கமா நல்ல ஜெபம் பண்ணுவாங்க. ചിലർ പ്രാർത്ഥിച്ചിട്ട് താഴെ ഇറങ്ങി നിൽക്കും, എന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ട. ചിലർ ஜெபம் பண்ணிட்டு கீழே வந்து கேட்பாங்க, நான் நல்ல ஜெபம் பண்ணானான்னு சொல்லிக்கிட்டு, എന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ട, எனக்கு ஜெபம் நல்லா இருந்துச்சான்னு கேட்பாங்க. അവരെ പ്രാർത്ഥന വന്ന് ഇവര് കേൾക്കാൻ വേണ്ടിയാണ് അവര് പ്രാർത്ഥിച്ചത്. அவங்க கேட்டு அவங்களுடைய ஜெபம் இவங்க கேட்கறதுக்காக அவங்க ஜெபிச்சாங்க. അല്ല, ദൈവം കേൾക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. கர்த்தர் கேட்பதற்காக அல்ல அவங்க ஜெபிச்சாங்க. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ അല്ല പ്രാർത്ഥിക്കേണ്ടത്. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. நாம அறையை பூட்டி அந்தரங்கமாக ஜெபிக்கிற ஜெபம் தான் கர்த்தர் கேட்கிற ஜெபம். ഇവിടുത്തെ അമ്മച്ചി മരിക്കാൻ കിടക്കുക. ஒரு பாட்டி மரிப்பதற்கு இருக்கிறாங்க. നിങ്ങൾ പലരും ഉറങ്ങുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. நான் சிலர் തൂங்குறாங்க, ஆகையினால தான் நான் இந்த கதையை சொல்றேன். ഒരമ്മച്ചി ഇങ്ങനെ മരിക്കാൻ കിടന്നപ്പോൾ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഇങ്ങനെ നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ അവസാന സ്റ്റേജ് ആയപ്പോൾ அந்த பாட்டியுடைய அடக்கம் இது காரியத்தை അടക്കമായില്ല, ചത്തില്ല, മരിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കൊല്ലാതെ കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതി, കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതി. നീതിയെ പൊരുമായി ദീർഘക്ഷമ നീതിയെ പൊരിയ കിളവിയെ കൊല്ലാതെ മരിച്ചില്ല, മരിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. பாட்டி மரண தருவால பாக்குறதுக்கு எல்லாரும் வந்தாங்க. എല്ലാവരും വന്നു. അപ്പോൾ ഒരു ദൈവദാസൻ ഇവിടെ പ്രാർത്ഥിക്കാൻ പോയി. அங்கே ஒரு ஊழியக்காரர் ஜெபிப்பதற்காக வந்தார். ഊഴിയക്കാരൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ജപിங்க. பாஸ்டர் வந்த உடனே எல்லாரும் சொன்னாங்க, பிரேயர் பண்ணுங்க. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. பாஸ்டர் ஜெபிக்க ஆரம்பிச்சார். കർത്താവേ, മാതാവിനെ സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, ദൈവഹിതം നടക്കണേ. ஆண்டவரே, இந்த பாட்டியை தொடர்மே விடுதலையாக்கணுமே, ஆண்டவருடைய சித்தம் நிறைவேறணுமே. എന്നിട്ട് മക്കൾക്ക് വേണ്ടി, പേരപ്പിള്ളക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചു. பிள்ளைகளுக்காக, மருமகள் மக்களுக்காக, பேர பிள்ளைகளுக்காக எல்லாம் ஜெபித்தாய். അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. சுற்றுவட்டாருக்காக ஜெபித்தாய். പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. அந்த பஞ்சாயத்தில் உள்ளவர்களுக்காக ஜெபித்தாய். കാത്തലിക് മുതൽ TPM വരെയുള്ള എല്ലാ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. கத்தோலிக்க முதல் TPM வரைக்கும் உள்ள எல்லா சபைகளுக்கு ஜெபித்தாய். മറക്കല്, അമ്മച്ചു മരിക്കാൻ കിടക്കുക. மறக்க கூடாது, தாயார் கிடக்குறாங்க. കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് മുഴുവൻ പ്രാർത്ഥനയിൽ കവർ ചെയ്ത് പുള്ളി തിരുനെൽവേലിയിലേക്കും കേരളത്തിലേക്കും പ്രാർത്ഥനയിൽ പ്രവേശിച്ചു. இப்போ கன்னியாகுமரி மாவட்ட ஜெபம் எல்லாம் முடிச்சு திருநெல்வேலி கேரளாவுக்காக ஜெபிக்க ஆரம்பிச்சாங்க. വീണ്ടും പ്രാർത്ഥന മുന്നേറി സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പ്രാർത്ഥന മുന്നോട്ട് പോയി. திரும்ப ஜெபம் தென்னிந்தியாவிலிருந்து வட இந்தியாவுக்கு நேராக போய் கொண்டிருக்கிறார். മറക്കല്, അമ്മച്ചി ചാകാൻ കിടക്കുകയാണ്. திரும்ப நினைவில் கொள்ளுங்கள், பாட்டி சாக கிடக்குறாங்க. ഇന്ത്യ മുഴുവൻ തീർത്തിട്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രാർത്ഥന ഇന്റർനാഷണലായി മുന്നേറി.
இப்ப இந்தியாவுக்காக ஜெபித்த பிறகு பாகிஸ்தான், ஆப்கானிஸ்தான் உலகளாவிய ஜெபம் போக ஆரம்பித்தது. ദുബായ്, സൗദി അറേബ്യ പ്രാർത്ഥന അങ്ങ് ഭയങ്കരമായി പടരാൻ இப்போ തുടങ്ങി. துபாய்க்கு நேராக, சவுதிக்கு நேராக ஜெபம் பரவ ஆரம்பிக்கிறது. ഏഷ്യ മുഴുവൻ കഴിഞ്ഞിട്ട് പ്രാർത്ഥന യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും കടന്നുപോയി. இப்ப ஆசியா முடிந்த உடனே ஐரோப்பாவுக்கு, ஆப்பிரிக்காவுக்கு நேராக ஜெபம் பாஸ் ஆகுது. മറക്കല്ല്, അമ്മച്ചി മരിക്കാൻ കിടക്കുകയാണ്. மறந்துடாதீங்க, பாட்டு ஜா கிடக்குறாங்க. യൂറോപ്പും ആഫ്രിക്കയ്ക്ക് ശേഷം പ്രാർത്ഥന അമേരിക്ക കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡ് വഴി തിരികെ വന്നു. இப்போ யூரோப் முடிந்த பிறகு ஜெபம் அமெரிக்கா பிடித்து நியூசிலாந்து வழியாக இங்கே திரும்ப வருகிறது. അപ്പോഴേക്കും അമ്മച്ചി മരിച്ചു. அந்த நேரம் முடிஞ்ச உடனே பாட்டியும் இறந்தாங்க. അയാൾ ചോദിച്ചു, ഇതെപ്പോൾ നടന്നു? கேட்டார், இது எப்போ நடந்தது? എപ്പോൾ നടന്നു? ഇത് എപ്പോ നടന്നു? അത് നിങ്ങൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഇത് സംഭവിച്ചു. அவங்க சொன்னாங்க, மலேசியாவிலிருந்து சிங்கப்பூர் போற வழியில இது நடந்தாச்சுன்னு. മറക്കല്ല്, மறக்க கூடாது. മറക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നെ. நான் മറക്കാம இருப்பதற்காக தான் சொன்னேன். സുരേഷ് ബാബു അന്ന് എന്തോ പ്രസംഗിച്ചു എന്ന് വെച്ചാൽ നല്ലൊരു അമ്മച്ചിയുടെ മരണം പറഞ്ഞു വന്നു എന്നല്ല പറയണ്ടേ, ഏലിയാവിന്റെ പ്രാർത്ഥന പറഞ്ഞു വന്നു. சுரேஷ் பாபா வந்து என்ன பிரசங்கம் பண்ணாருன்னு கேட்டா, நல்ல ஒரு பாட்டிக்கு மரணம் நல்லா சொல்லக்கூடாது, எலியாவுடைய ஜெபம்னு சொல்லணும். മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്നതും മനുഷ്യനെ കാണിക്കുന്നതും അല്ല ശുശ്രൂഷ. மனுஷனுக்கு முன்பாக நிற்பதும் மனுஷனுக்கு காட்டுவதும் நல்ல ஊழியம். ദൈവം കാണുന്നതാണ് ശുശ്രൂഷ. கர்த்தர் பார்ப்பதுதான் ஊழியம். கர்த்தர் பார்ப்பதுதான் ஊழியம். ദൈവത്തിന്റെ മുൻപിൽ കാണിക്കുന്നതാണ്, ദൈവത്തെ കാണിക്കുന്നതാണ് ശുശ്രൂഷ. தேவனுக்கு முன்பாக தேவனுக்கு காண்பிப்பதுதான் ஊழியம். 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. 3.5 வருஷம் மறைவிடத்திலே ஜெபித்தார். എന്നാൽ ഒരു കർമ്മേലുണ്ട്. ஆனால் ஒரு கர்மேலுடைய அனுபவம் உண்டு. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കർമ്മേലുണ്ട്. எல்லாருக்கும் ஒரு கர்மேலின் அனுபவம் உண்டு. സഭയ്ക്ക് ഒരു കർമ്മേലുണ്ട്. இந்த சபைக்கு ஒரு கர்மேலின் அனுபவம் உண்டு. ബാലിന്റെ പ്രവാചകന്മാർ, பாகாலுடைய தீர்க்கதரிசிகள், അശ്ശേര പ്രവാചകന്മാർ, அவர்களுடைய தீர்க்கதரிசிகள், ആഹാബ് രാജാവ് ஆகாபு ராஜாவுடைய ദേശം മുഴുവൻ തുറിച്ചു നോക്കിയാണ്. தேசம் முழுவதும் வந்து உற்று பார்க்கிறார்கள். ദേശം മുഴുവൻ തുറിച്ചു നോക്കുമ്പോൾ தேசம் முழுவதும் உற்று கவனிக்கிறதான நேரத்தில், ഓ എന്റെ യേശു ജീവനുള്ള ദൈവമെന്ന് പ്രാർത്ഥിച്ച് തെളിയിപ്പാൻ സഭയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. என் இயேசு உயிர் உள்ளவர் என்று ஜெபத்தில் தெளிவுபடுத்துவதற்கு சபையை கர்த்தர் உபயோகப்படுத்துவாராக. கமான் கமான், வாய்களை திறந்து, வாய்களை திறந்து, கரங்களை தட்டி வாய்களை திறந்து, കമാൻ, വല്ലമയോട്, വല്ലമയോട്, കരുത്തോട്, 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 വല്ലമയോട്. ബാലിന്റെ പ്രവാചകന്മാർ നോക്കുന്നു, பாகாலின் தீர்க்கதரிசிகள் பார்க்கிறார்கள், അശ്ശേര പ്രവാചകന്മാർ നോക്കുന്നു, மற்ற கள்ள தீர்க்கதரிசிகள் பார்க்கிறார்கள், പാരമ്പര്യക്കാർ നോക്കട്ടെ, பாரம்பரியக்காரர்கள் பார்க்கட்டும், അന്യ മതക്കാർ നോക്കട്ടെ, அந்நிய மதத்தவர்கள் பார்க்கட்டும். എന്നാൽ എന്റെ യേശു അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, വിവിധ വീര്യ പ്രവർത്തികളുടെ ദൈവമെന്ന് പ്രാർത്ഥിച്ച് തെളിയിപ്പാൻ സഭ ഈ ദിവസങ്ങളിൽ ആ ദൗത്യം ഏറ്റെടുക്കട്ടെ. கர்த்தர் அற்புதங்களின், அடையாளங்களின், பலத்த கிரியைகளின் தெய்வம் என்று சபை ஜெபத்தினால் தெளிவுபடுத்துவதற்கு இந்த நாட்களில் கர்த்தர் சபையை பயன்படுத்துவாராக. കമാൻ, കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ஆமென். യേശുവിന്റെ നാമത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, கேள்விப்பட்டிருக்கிறேன். ഭ്രാന്തന്മാരെ പ്രാർത്ഥിച്ച് സഭ അഴിച്ചു വിട്ടിട്ടുണ്ട്. மெண்டல் பேஷண்ட் ஜெபித்து சபை விடுதலை ஆக்கி இருக்கிறது. ആമേൻ. ஆமென்.
മന്ത്രവാദിക്ക് കഴിയാത്തത് സഭയിൽ വന്ന് ജീവിതങ്ങൾ വിടുതൽ പ്രാപിച്ചു. மந்திரவாதியினால் முடியாதது சபையிலே வைத்து கர்த்தர் நடப்பிக்கிறவராக இருக்கிறார். சபையிலே வைத்து நடப்பிக்கிறவராக. Come on. ഇന്നും നടക്കും. இன்றும் நடக்கும். അത്ഭുതങ്ങളുടെ ദൈവം, அவர் அற்புதங்களின் தேவன். അത്ഭുതങ്ങളുടെ ദൈവം, அற்புதங்களின் தேவன். അടയാളങ്ങളുടെ ദൈവം, அடையாளங்களின் தேவன். വീരപ്രവൃത്തിയുടെ ദൈവം, பலத்த கிரியைகளின் தேவன். യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ஹல்லேலூயா. ഏലിയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ எலியா ஜெபித்து முடித்தார். ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ പുറം കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ തീ വീട്. யாருக்கும் நிராகரிக்கப்பட முடியாத அளவுக்கு வெளி கண்கள் காண்கிற அளவுக்கு அக்கினி அங்கே இறங்கி வந்தது. ദീർഘദർശനമായി ഞാൻ പറയുന്നു. தீர்க்க தரிசனமாய் சொல்லுகிறேன். നിന്റെ വീട്ടില്, നിന്റെ ജീവിതത്തില് ആർക്കും നിഷേധിപ്പാൻ കഴിയാത പ്രത്യക്ഷമായ അത്ഭുതം ദൈവം ചെയ്യാൻ പോകും. குடும்பங்களிலே யாருக்கு நிராகரிக்க முடியாத வெளிப்படையான அற்புதங்களை ஆண்டவர் செய்ய போகிறார். എത്ര പേര് വിശ്വസിക്കുന്നു? எத்தனை பேர் விசுவாசிக்கிறீர்கள்? വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നോട്ടെ. விசுவாசிக்கிறவர்கள் எழுந்து நிற்கலாம். വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നോട്ടെ.